പുരാതനമായ ഇന്ത്യയിൽ ഈ കൾച്ചറലി എക്കണോമിക്കലി സോഷ്യലും നമ്മുടെ കൾച്ചറിനെ പറ്റിയുള്ള ബേസിക് ട്രേറ്റ്സ് ആണ് ഈ ഇതിനുള്ള കാരണം. ഇതെല്ലാം പഠിച്ചു വരുമ്പോൾ നമ്മൾ ആ ഭാഗത്തിനെ ഏൻഷ്യന്റ് ഹിസ്റ്ററി എന്നാണ് പറയുന്നത്. ഇത് കൂടാണ്ട് നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അത് കഴിഞ്ഞതിന് ഏൻഷ്യന്റ് പുരാതനം കഴിഞ്ഞതിന് ശേഷം മിഡീവൽ വരുന്നു. മിഡീവൽ വരുന്നതിന് ശേഷം നമുക്ക് പറയാൻ പറ്റും മുസ്ലിം കോൺക്വസ്റ്റും മുസ്ലിം ഇതുമായിട്ട് വരുന്നത്. അപ്പോൾ മിഡീവൽ പീരീഡ് ഇങ്ങനെ ഒഴുകി വന്ന് മോഡേണിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. ഏർലി മെഡീവലിൽ ഒരു ട്രാൻസാക്ഷൻ പീരീഡാണ്. ഏൻഷ്യന്റിൽ നിന്ന് മിഡീവലിലേക്ക് പോകുന്നതാണ് നമ്മൾ ഏർലി മിഡീവൽ എന്ന് പറയുന്നത്. അതിനെ പഴയതെന്ന് പറയാൻ പറ്റില്ല, പുതിയതെന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇത് രണ്ടിനും നടുവിലായതുകൊണ്ട് അതിനെ നമ്മൾ ഏർലി മിഡീവൽ പറഞ്ഞു. ഗ്രാജുവൽ ആയിട്ട് ട്രാൻസാക്ട് ചെയ്യുന്നു വരുന്നത് കൊണ്ട്. അതിന് ശേഷം നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ ആണെങ്കിൽ നമുക്ക് സൾട്ടനേറ്റ് ഫേസ് ഉണ്ട്. അത് സൾട്ടനേറ്റ് സുൽത്താൻമാരുടെ പീരീഡ്, അതിനാണ് സൾട്ടനേറ്റ് എന്ന് പറയാ. ആ പീരീഡിനെ നമ്മൾ ഏർലി മിഡീവൽ എന്ന് പുരാതനമായിട്ട് ഒക്കെ ഓരോ ഫീസിലും ഡിഫറെന്റ് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ അക്കാഡമിക് സർക്കിളിൽ നമ്മൾ കൂടുതലായിട്ട് തോന്നുന്നത് ഒറിജിനെ പറ്റി, ഇത് എങ്ങനെ ഉണ്ടായി, എങ്ങനെ ഏത് കാലഘട്ടത്തിൽ ഉണ്ടായി. കൂടെ ഈ മെഡീവലിസം ഒന്ന് 3 പീരീഡായിട്ട് പിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ പീരീഡ് 7ാമത്തെ സെഞ്ചുറി തൊട്ട് 12 വരെ, 12 തൊട്ട് 16ാം സെഞ്ചുറി, പിന്നെ ഫസ്റ്റ് ക്വാർട്ടർ 16ാം സെഞ്ചുറി മുതൽ 18th സെഞ്ചുറിയുടെ ക്ലോസ് വരെ. അങ്ങനെയാണ് അതിനെ 3ആയിട്ട് വിഭജിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം എന്താ വെച്ചാല് ഇസ്ലാമിന്റെ സ്പ്രെഡിങ്ങും ഇസ്ലാമിന്റെ ഒറിജിനലും അതിന്റെ ആ കാലഘട്ടത്തിൽ 7ാമതും 8ാമത്തെ സെഞ്ചുറിയിൽ നടന്നതാണ് നമ്മൾ ഇന്ന് പഠിച്ചു പോകുന്നത്. അപ്പോൾ ഈ 7ാമത്തെ സെഞ്ചുറിയിലാണ് അറേബ്യൻ മർച്ചന്റ് കഥയാണ്. അതിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. ഇവിടെ അറേബ്യ ആ കാലഘട്ടത്തിൽ ഈ ബിഡോണിയൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ എന്താ പറയാ ആടുകളെ മേച്ച് നടക്കുന്ന ഒരു ഗ്രൂപ്പ്. അപ്പൊ ആടുകളെ മേച്ച് നടക്കുന്ന ഗ്രൂപ്പ് അവരുടെ കൂടെ അവർ പല വിധത്തിലുള്ള ദൈവങ്ങളെ ഡെയ്റ്റീസിനെ വർഷിപ്പ് ചെയ്യുന്നവര്. പിന്നെ പരസ്പരം എപ്പോഴും ഇവർ തമ്മിൽ അടിയുണ്ടാവും. കാരണം എക്കണോമിക്കലി അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും അതേമാതിരി മതപരമായ ഇഷ്യൂസിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വന്നിട്ട് അവർ തമ്മിൽ അഴുക്കുണ്ടാവും. ഇനി യൂണിഫൈഡ് മുഹമ്മദ്, അതായത് ഇസ്ലാം മതം സ്പ്രെഡ് ചെയ്ത പ്രോഫറ്റ് മുഹമ്മദ്, നമ്മളിവിടെ ഞാൻ പ്രോഫറ്റ് എന്ന് പറയുന്നില്ല, മുഹമ്മദ് ആണ് ഈ ട്രൈബിനെ പല വിധത്തിൽ വഴക്കടിച്ചു കടന്നിരുന്ന ട്രൈബിനെ ഒരു കൂട്ടമാക്കി ഒറ്റയ്ക്ക് ഒരു കൂട്ടമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് എടുക്കാണ്. അതാണ് ഈ മുഹമ്മദിന് ഇസ്ലാം മതത്തിലും ഗൾഫ് കൺട്രീസിലും ഇത്രയും അറബ് കൺട്രീസിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ളത്. ഒരു യൂണിറ്റിനെ ഗവൺമെന്റ് അവരുടെ ഇടയിൽ ഒരു യൂണിറ്റി കൊണ്ടുവന്നു, ഒരു പുതിയ ഒരു വിശ്വാസം കൊണ്ടുവന്നു. അത് മാത്രമല്ല അവർ യുണൈറ്റ് ചെയ്ത് ഒരു വലിയൊരു മതവിശ്വാസികളാക്കി മാറ്റി. ഇനി ഉമയ്യദ് ഖലീഫേറ്റ് എന്ന് പറയും ഇതിന്. ഈ അറേബ്യൻ പെനിൻസുലയില് റഷീദുദ്ദീൻ മുഹമ്മദ് ഖലീഫേറ്റ് ആ മരണശേഷം അവരുടേത് ഒരു എക്സ്പാൻഷനാണ്, ഭയങ്കര ഒരു എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്. സെൻട്രൽ ഏഷ്യയിലും മിഡിൽ ഈസ്റ്റിലും നോർത്ത് ആഫ്രിക്കയും കൂട്ടിച്ചേർന്ന് അറ്റ്ലാന്റിക് എന്ന് പറയും. ഇവിടെ നമ്മൾ പൊളിറ്റിക്കൽ ഫോർമേഷനിൽ നോക്കുമ്പോൾ അറേബ്യൻ പെനിൻസുല, ഇന്ത്യൻ പെനിൻസുലമാർ തന്നെയാണ് അറേബ്യൻ പെനിൻസുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതിനാണ് പെനിൻസുല എന്ന് പറയാം. അവിടെ ഒരു റിലീജിയസ് യൂണിറ്റി, മൊബിലൈസേഷൻ ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. എന്നാലും ഒരു പ്രീ മോഡേൺ പീരീഡ് എന്നാണ് ഈ കാലിഫേറ്റ്സിന്റെ പീരീഡിനെ നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ഇസ്ലാമിക് കാലിഫേറ്റ് സ്പ്രെഡായി കിടക്കുന്നത് ഒരു 13 മില്യൺ സ്ക്വയർ കിലോമീറ്റേഴ്സിലാണ്. അറബ് സൗത്ത് വി ക്യാൻ സേ അറേബ്യൻ കൺട്രി എന്നുള്ള വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇത് സ്പ്രെഡ് ആവുന്നത്? ഇസ്ലാം സ്പ്രെഡ് ആവുന്നത് ഓരോ കാലഘട്ടത്തിൽ ജീവിക്കുന്നവര് മാറി മാറി
മൈനോറിറ്റീനെ അവർ കോൺകർ ചെയ്യുകയും അതേമാതിരി ഗ്രാജുവൽ ആയിട്ട് വാറുകൾ, ഞാൻ നേരത്തെ പറഞ്ഞു, യുദ്ധങ്ങൾ, കുഞ്ഞു കുഞ്ഞു വാറുകൾ യുദ്ധം നടത്തി അവരെ അടിമപ്പെടുത്തുന്നു. അതിനുശേഷം അവര് ലീഡേഴ്സ് അല്ലെങ്കിൽ തലപ്പത്തുള്ളവര് അഡ്മിനിസ്ട്രേറ്ററും ട്രേഡറും ആവുന്നു. ലാംഗ്വേജും അവരുടെ ലാംഗ്വേജ്, റേസ് എല്ലാം കൂടെ എത്നിസിറ്റി നോക്കണം. ഇതില് മുസ്ലിം പോപ്പുലേഷൻ അറേബ്യൻ പെനിൻസുലയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടത്. അതേമാതിരി സിന്ധില്, ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇവര് സിന്ധ് പിടിച്ച ശേഷം അറബ്സ് സിന്ധ് പിടിച്ച ശേഷം, ടർക്സ് സിന്ധ് പിടിച്ച ശേഷം സിന്ധിലാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റില് ഈ കൺട്രോൾ വരുന്നത്, മുസ്ലിം ഡോമിനേഷൻ വരുന്നത്. ചാച്ചമാന എന്ന് പറയുന്നത് ഒരു ഹിസ്റ്ററിയാണ്. അത് എന്താ ഒരു സ്റ്റോറിയാണ്. നമുക്ക് വേണമെങ്കിൽ പറയാം, ആ ഒരു ബ്രാഹ്മിൻ ആയിരുന്ന ഒരു ഹിന്ദു ബ്രാഹ്മിൻ റൂളറാണ് സിന്ധിന്റെ. അങ്ങേരുടെ കഥേനെ എഴുതിയിട്ടുള്ള പേർഷ്യൻ ലാംഗ്വേജിൽ എഴുതിയതാണ് ഈ ബുക്ക്. അപ്പൊ ഇതിലെ ക്യാപിറ്റൽ സിന്ധാണ്. അതേമാതിരി തന്നെ ആ ഡീറ്റെയിൽസ്, ആ റൂളറിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ ചാച്ചമാനയിൽ പറഞ്ഞിട്ടുള്ളത്. ഏത് ഏരിയ? ലൊക്കേറ്റഡ് 70 കിലോമീറ്റർ നോർത്തും കറാച്ചിയുടെയും പോർട്ട് സിറ്റി ഓഫ് കറാച്ചി എന്ന് വേണമെങ്കിൽ പറയാം, പാകിസ്ഥാനിൽ, ഇപ്പോഴത്തെ പാകിസ്ഥാനിലുള്ള കറാച്ചി. അന്നത് ഹിന്ദുസ്ഥാൻ ആയിരുന്നു. അതുകൊണ്ട് അത് ഒരുമിച്ച് അങ്ങോട്ട് സിന്ധുമൊക്കെ ചേർന്ന് ഫ്ലോട്ടായി പോവാണ്. ആദ്യത്തെ എഡീഷൻ നടക്കുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ സോഴ്സ് ആണ്. ഇന്ത്യയെ സംബന്ധിച്ചാണ്, ഇന്ത്യയുടെ മുസ്ലിം ഡീറ്റെയിൽസ് സംബന്ധിച്ചിടത്തോളം പകുതി ഭാഗം ഇംഗ്ലീഷിൽ എഴുതിയത്, ഇതിന് പാതി ഭാഗത്തിൽ ഇംഗ്ലീഷിൽ എഴുതിയത് എലിയറ്റ് ആൻഡ് ഡൗസൺ ആണ്. അത് കഴിഞ്ഞ ശേഷം അതിനെ പേർഷ്യൻ ലാംഗ്വേജിൽ നിന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് മിർസ ഖാലിദ് ബേഗ് തിരിച്ചെഴുതുന്നു. അങ്ങേര് സിന്ധിന്റെ നോവലിസ്റ്റ് ആണ്. അപ്പോ ഈ ആദ്യത്തെ പാർഷ്യൽ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുള്ളത് ഇംഗ്ലീഷ് എലിയറ്റ് ഡൗസൺ ആണെങ്കിൽ, അതിൽ നിന്ന് ഫുള്ളായി ട്രാൻസ്ലേഷൻ പേർഷ്യൻ ടു ഇംഗ്ലീഷിലേക്ക് മാറ്റിയത് മിർസ ഖാലിദ് ബേഗ്, സിന്ധ് നോവലിസ്റ്റ്, സിന്ധ് രാജ്യത്തിൽ താമസിച്ചിരുന്ന നോവലിസ്റ്റ്. ഈ എഡീഷൻ പേർഷ്യൻ ടെസ്റ്റ് ആയിട്ട് 1939 പുറത്തു വരുന്നത്. ഇനി അലി കുഫി പറയുന്നത് എന്താന്ന് വെച്ചാല്, ചച്നാമ, നാമ എന്ന് വെച്ചാൽ സ്റ്റോറി എന്നാണ് അർത്ഥം. ചച്നാമയില് ഒരു ട്രാൻസ്ലേഷൻ 8ാം സെഞ്ചുറിയിൽ അറബിക് നടക്കുന്ന കാര്യങ്ങളെ എടുത്തു പറയാണ്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എക്സാമിനേഷന് ശേഷം ഇതിനെപ്പറ്റി സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നു സിന്ധില്. അതിന്റെ ഗവൺമെന്റ് ഇത് നടന്നതാണ് എന്നുള്ള ആ സർട്ടിഫിക്കേഷൻ, അതേമാതിരി തന്നെ ഗവൺമെന്റ് എങ്ങനെയായിരുന്നു, പൊളിറ്റിക്സ് എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഇനി ഇത് കൂടാണ്ട് ഈ സ്കോളേഴ്സ് പറഞ്ഞിട്ടുള്ളതൊക്കെ സത്യമാണോ എന്നുള്ളതും അത് നമുക്ക് അവരെ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് അതിന് സത്യവാങ്മൂലം കൊടുക്കുന്നത്. ഇനി കോൺക്വസ്റ്റ് ഓഫ് സിന്ധ് അല്ലെങ്കിൽ സിന്ധുവിനെ അവരെങ്ങനെ പിടിച്ചടക്കി എന്നുള്ളതാണ്. സൗത്ത് ഈസ്റ്റേൺ സോണ്, അതായത് ഇന്നത്തെ പാകിസ്ഥാൻ സ്ഥലത്തിലാണ് സിന്ധ് ഓക്യുപ്പൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ നമ്മൾ സിന്ധു നദീതീര എന്ന് പറയാറുള്ളത്. സിന്ധു നദിയാണ്. ഓക്കെ, ഇതിന്റെ വെസ്റ്റേൺ കോണ്ടിനെന്റിൽ കൂടെ ഒരു ലോങ് ഹിസ്റ്ററി ഉണ്ട്. അതേമാതിരി തന്നെ ഒരു ട്രേഡ് ബിസിനസ്, കമേഴ്സ്യൽ ബിസിനസ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അതങ്ങനെ വന്ന് ഈ അറബ് മെർച്ചൻസ് വന്നു പോവുകയും അവരുടെ ബിസിനസ് ഇന്ത്യയുമായിട്ട് നടത്തുകയും, സൗത്ത് സിന്ധ് നദീതീരം വരുന്നു, സീ റൂട്ടുണ്ട്. അങ്ങനെ ആ ഭാഗം സിന്ധ് ആ കാലഘട്ടത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇനി അവിടെ എങ്ങനെയാണ് ഇസ്ലാമൈസേഷൻ നടക്കുക, അല്ലെങ്കിൽ എങ്ങനെ അവര് മുസ്ലിം ആയിട്ട് മാറി? ഈ ട്രേഡേഴ്സ് വന്നിട്ട് അവരുടെ എല്ലാ ഇന്ത്യൻ വെൽത്ത് എന്ന് പറയുമ്പോൾ ജ്വല്ലറി, ഗോൾഡ്, ഐഡിയൽസ് ഒക്കെ അറേബ്യയിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇത്രയും ഇന്ത്യ ആ കാലഘട്ടത്തിൽ നല്ല റിച്ച് ആണെന്നുള്ളതാണ് അതിന്റെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്ത് പറ്റി, അറബ്സിന് ഇത് പിടിച്ചെടുക്കണം എന്നുള്ള ഒരു മോഹം തോന്നി. അങ്ങനെ അവര് വന്ന് കണ്ടുപിടിച്ചു, ബിസിനസ് സ്ഥാപിച്ചു, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്തു. ആ കൺട്രോൾ ചെയ്ത പ്രോസസ്സിനെയാണ് ഇസ്ലാമൈസേഷൻ എന്ന് പറയുക. അതായത് ലാംഗ്വേജ്, അവരുടെ ഇസ്ലാം മതവും
ബിസിനസ്സും കൂടെ കമ്പൈൻഡ് ആയിട്ട് ഇന്ത്യയിൽ നടന്നു എന്ന് അർത്ഥം. ഇനി റീസൺ എന്തുകൊണ്ടാണ് ഇത് ഇവർക്ക് പിടിച്ചെടുക്കാൻ പറ്റിയത്? ആദ്യത്തേത്, അവിടെ സിന്ധി നടത്തിയിരുത്ത ഒരുപാട് പൈറേറ്റ്സ് ഉണ്ട്, കടൽ കൊള്ളക്കാർ, അവരാണ് പൈറേറ്റ്സ്. അവര് അറബ് ഷിപ്സ് വരുമ്പോ അതിനെ പിടിച്ചു വെച്ചു. അതായത് അറബ് ഷിപ്പ് പോകുമ്പോഴത്തേക്ക്, ഷിപ്പ് ഇവിടെ നിന്ന് സിലോൺ എന്ന് വന്ന ഷിപ്പാണ്. കാലിഫ് ഓഫ് ബാഗ്ദാദിലുള്ള കാലിഫിന് വേണ്ടി ഹജ്ജ് ടൈമില് അല്ലെങ്കിൽ ഇറാഖിലുള്ള ഗവർണർക്കും വേണ്ടി സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഷിപ്പാണത്. അപ്പൊ കടൽ കൊള്ളക്കാര് കടലിൽ കൂടെ പോകുന്ന ഷിപ്പില് സാധനങ്ങൾ കൊണ്ടുപോകുന്ന മർച്ചന്റ് ഷിപ്പല്ല, സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഷിപ്പ് അവര് പിടിച്ചെടുത്തിട്ട്, കാരണം അവർക്ക് സാധനങ്ങൾ കിട്ടണം, അവർക്ക് വേണ്ട ആവശ്യം വേണ്ടാണ്. അതാണ് കടൽ കൊള്ളക്കാരെ വഴിയിൽ വെച്ചിട്ട് ഷിപ്പിനെ പിടിച്ചെടുക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഷിപ്പിനെ അവർ പ്ലണ്ടർ ചെയ്ത് എടുത്തു കഴിഞ്ഞപ്പോൾ അതൊക്കെ വന്ന് ഇൻഡസ് റിവറിന്റെ ആ ഏരിയയിൽ വെച്ചിട്ടാണ് അവരെടുക്കുന്നത്. കൊടുക്കുന്നില്ല, അറബ്സ് ഡിമാൻഡ് ചെയ്യുമ്പോഴത്തേക്കും കൊടുക്കുന്നില്ല. പോർട്ട് ഓഫ് ദബോൾ എന്ന് പറയും. അവിടെ വരാണ്ടിരിക്കുമ്പോഴത്തേക്കും ആ രാജ്യത്തെ രാജാവായ സിന്ധിലെ രാജാവിനോട്, ദാഹറിനോട് പറയും, നിങ്ങൾ ഇവരെ നിർത്തണം, പൈറേറ്റ്സിനെ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ കൊണ്ടുപോകാൻ കപ്പലിൽ കൂടെ പോകുമ്പോൾ അത് വലിയ ഉപദ്രവമായിട്ട് വരുമെന്ന് പറയുന്നു. പക്ഷെ പുള്ളി അത് കേൾക്കുന്നില്ല. ഇനി ഈ ക്യാപ്ചറിൽ ഈ റെഫ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും അവർ പറയണത്, നിങ്ങൾ ഈ പൈറേറ്റ്സിനെ അല്ലെങ്കിൽ കടൽ കൊള്ളക്കാരെ നിങ്ങൾ സഹായിക്കുകയാണ് എന്നുള്ള ലെവലിലാണ് പുള്ളി പറയുന്നത്. അപ്പോ ഈ ട്രസ്റ്റ് ചെയ്തില്ലെങ്കിൽ കൂടിയും ബാഗ്ദാദിന്റെ പ്രൊട്ടക്ഷനിൽ ഈ ആൾക്കാർക്ക് കിട്ടുന്നു എന്നുള്ള അവർക്ക് തോന്നി. അപ്പൊ അവരെന്ത് ചെയ്തു, നമുക്ക് അറ്റാക്ക് ചെയ്യാം, സിന്ധിനെ അറ്റാക്ക് ചെയ്യാം, അവരുടെ കാലിഫിനെ പിടിച്ചു വെക്കുക. അങ്ങനെയാണ് 3 എക്സ്പെഡീഷൻ നടക്കുന്നത്. ഈ 3 എക്സ്പെഡീഷൻ അല്ലെങ്കിൽ 3 അറ്റാക്കിന് ശേഷം ഒരു രാജാവിനെ പിടിച്ചു നിർത്തുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ? മുഹമ്മദ് ബിൻ ഖാസിം ആ ദാബറിനെ ഡിഫീറ്റ് ചെയ്യുകയും കൊല്ലുകയും ചെയ്യുന്നു. ഇതിനുശേഷം അടുത്തുള്ള സ്ഥലങ്ങളായ നിറൂൺ, ബാഗ്ദാദ്, അലോർ, മുൾട്ടാൻ, ഇതൊക്കെ ഒരു സിന്ധിന്റെ നെയ്ബർഹുഡ് ആണ്. അതെല്ലാം അവർ പിടിച്ചടക്കി. അങ്ങനെ സിന്ധിന് മുഴുവനായിട്ടും അറബിന്റെ കൺട്രോളിൽ വരുന്നത് 712 സെഞ്ചുറിയിലാണ്. ഇനി നമുക്ക് നോക്കാൻ പറ്റുന്നത് എന്താ, മുഹമ്മദ് ബിൻ ഖാസിന്റെ കോൺകറർ എന്ന് പറയുന്നു, അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ പറ്റുന്ന ആളെന്ന് പറയുന്നു. എക്സ്പെഡീഷൻസ് 17 വയസ്സുള്ള ഉമയ്യദ് ജനറലാണ്, ചെറുപ്പക്കാരനാണ്. അങ്ങേരെയാണ് സിന്ധിലേക്ക് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സിന്ധിനെ പിടിച്ചടക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നത്. ഈ ചെറുപ്പക്കാരൻ പഴയ ആദ്യകാലത്തിൽ ഞാൻ അലക്സാണ്ടർ ദ ഗ്രേറ്റ് അതേ ഫോളോയിലുള്ള ഭയങ്കര ഫിറോഷ്യസ് ആയ ഫൈറ്ററാണ്. അപ്പോ ഫിറോഷ്യസ് ആയ ഇത് നമുക്ക് അലക്സാണ്ടറെയും ഉമയ്യദിനെയും കൂടെ മുഹമ്മദ് ഖാസിമിനെ കൂടെ നമ്മൾ പറയുന്നത് ഈ പുസ്തകത്തിൽ കൂടിയാണ്, ചച്ചനാമയിൽ കൂടിയാണ് നമ്മൾ ഇത് അറിയുന്നത്. ഈ ഗവർണർ, ഇറാഖിന്റെ ഗവർണർ എക്സ്പെഡീഷന് നേതൃത്വം കൊടുത്ത് നീ പൊക്കോളൂ എന്ന് പറഞ്ഞ് വരികയാണ്. ഇങ്ങനെ വരുമ്പോ ഖാസിം ഇൻഡസിന്റെ റിവറിന്റെ അടുത്ത് വന്ന് നല്ല പോലെ അഡീഷണൽ ആയിട്ട് വാർ മെറ്റീരിയൽസ് കൊടുക്കുന്നു. ഒക്കെ കൊടുത്തിട്ട് ഒരു പ്രിപ്പറേഷൻ ഖാസിം പ്രിപ്പയർ ചെയ്ത് ദാഹറിനെ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും ദാഹർ റിവർ ഇൻഡസ് ക്രോസ് ചെയ്ത് വരികയാണ്. അപ്പോ ദാബർ ഇൻഡസ് റിവർ ക്രോസ് ചെയ്ത്, അതായത് നദീമുഖം എന്ന് പറയാം, അവിടെ വന്ന് നല്ലപോലെ ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെയും ഒരുപാട് വൂണ്ടും അല്ലെങ്കിൽ ഒരുപാട് ആരബ്സിന്റെ ഡിഫീറ്റ് ആയിട്ട് അവസാനം അടങ്ങിക്കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനാണ് വരുന്നത്. അറബ് ഈ മുഹമ്മദിന്റെ ഖാസിമിന്റെ ആർമിയുടെ മുമ്പിൽ തോറ്റുപോകുന്നു. ഇനി മുഹമ്മദ് ബിൻ ഖാസിം എങ്ങനെയാണ് മരിച്ചത്? ഈ യങ് ജനറൽ ആണെങ്കിൽ കൂടിയും, പക്ഷെ ഈ ഹാഡ് എ ട്രാജിക് ഡെത്ത്. വളരെ മോശമായിട്ടുള്ള ഒരു ഡെത്ത് ആണ് കാണുന്നത്. അത് നമ്മൾ എങ്ങനെ അറിയുന്നു? ചച്ചനാമയിൽ കൂടെയാണ് ഇത് അറിയുന്നത്. അവർ പറയുന്നു ഈ 2 ഡോട്ടേഴ്സ്, അതായത് ദാഹറിന്റെ ഡോട്ടേഴ്സ് സൂര്യദേവിയും പൽമാദേവിയും അവര് ഖലീഫിനോട്
ഈ അവരെ പിടിച്ചു കൊണ്ടുവരുമ്പോഴത്തേക്കും, വാർ കഴിഞ്ഞാൽ പിടിച്ചുകൊണ്ടുവരും ആൾക്കാരെ. അത് പ്രിസണേഴ്സ് ആണ്, വാർ പ്രിസണേഴ്സ് എന്നാ പറയാ. അവരുടെ അച്ഛനെ കൊന്നു, അവരെ അറ്റാക്ക് ചെയ്തു എന്നൊക്കെ കഥ പറയും. അത് ഒരു റീസൺ. 2-3 റീസൺസ് പറയുന്നുണ്ട് ഈ മുഹമ്മദ് ബിൻ കാസിമിന്റെ മാരകമായ ഡെത്തിനുള്ള കാരണങ്ങൾ. പിന്നത്തെ ഒരു റീസൺ പറയുന്നത് അവരുടെ അച്ഛൻ, അതായത് ക്വാസിമിനെ പിടിച്ചുകൊട്ടി ക്വാസിമിനെ ഡെത്ത് കൊടുത്തത് സുലൈമാൻ എന്ന് പറഞ്ഞൊരു ഖലീഫാണ്. അത് ഈ മുഹമ്മദ് ബിൻ കാസിമിന്റെ അമ്മാവനായ ഹജേജിയോടുകൂടെ ഒരു എതിർപ്പുള്ള, ഒരു എനിമിറ്റി ഉള്ള ആളാണ്. പിന്നത്തെ ഒരു കാരണം പറയുന്നത് ഈ അറബ് ഇസ്ലാം വരുമ്പോഴത്തേക്കും ഈ വാറിന് ശേഷം, അഡ്വഞ്ചറസ് ആയിട്ടുള്ള വാറിന് ശേഷം കാസിമിനെ പിടിച്ച് ജയിലിലിടുകയും ആ ജയിലിൽ കൂടെ അവരുടെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്ത് മരണം വരയ്ക്കേണ്ടി വന്നു എന്നുള്ളതാണ് 715 പറഞ്ഞിട്ടുള്ളത്. ഇനി അറബിന്റെ അഡ്മിനിസ്ട്രേഷൻ എന്താണ്? വളരെ പാറ്റേൺ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇത്രയും ലിബറൽ ആണെങ്കിൽ കൂടെയും ലേറ്റർ സിസ്റ്റത്തിനെക്കാട്ടിൽ ഇത്രയും ലിബറൽ ആയിട്ട് വന്നു. ഇവിടെ ഇസ്ലാമിക് ലോ, ഇസ്ലാമിക് സ്ട്രിക്റ്റ് അല്ലെങ്കിൽ കൂടെ തന്നെ അവര് ഇത്തിരി കൂടെ കാര്യമായിട്ട് ഇതിനെ നോത്തെടുത്ത്, അല്ലെങ്കിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിക് ലോ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നെങ്കിൽ പിന്നത്തെ കാലങ്ങളിൽ അത് കുറച്ച് ലേറ്റർ ടൈമിൽ അത് റിലാക്സ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ടർക്കിഷും മുഗൾ റൂളേഴ്സും ഇന്ത്യയിലെ 12 മുതൽ 18-ാം സെഞ്ചുറി വരെ ഉള്ളവര് എക്സാമ്പിൾസ് ആണ് ഇതിന്റെ കാര്യം. കാരണം അത് റിലാക്സേഷൻ കിട്ടിയതുകൊണ്ട്. ഇനി അറബ് റൂൾ വന്നിട്ട് വളരെ ഏർലി മെഡീവൽ പീരീഡിനെക്കാട്ടിലും ഫ്ലെക്സിബിൾ ആയിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിരുന്നു എന്ന് പറയാം. ഇനി ഇവർക്ക് ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അറബ് എല്ലാരും ഒരേ വിധത്തിലുള്ള പ്രാക്ടീസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അറബ് അറ്റാക്ക് ചെയ്യുന്നവര് മിലിറ്ററി ജനറൽ ഉണ്ടെങ്കിൽ കൂടിയും അവരെന്താ ചെയ്യുന്ന വെച്ചാല്, ഒരു സ്ഥലം യുദ്ധം ചെയ്യും, അവിടുത്തെ ചീഫ് മിലിറ്ററി ഉണ്ടാവും, അതിനുശേഷം അവരെ ഗവർണറാക്കി ഭരിക്കാൻ കൊടുക്കുമ്പോൾ ഗവർണറിന്റെ ഭരണത്തിൽ ഒരു കാരണവശാലും ഇന്റർഫിയറൻസ് ചെയ്യില്ല. ഇത് വളരെ ചീഫായിട്ടുള്ള, അല്ലെങ്കിൽ ഇത് മാത്രമല്ല നമ്മൾ കാണുന്നത് ലോക്കൽ ചീഫിന്റെ കയ്യിലാണ് കൊടുത്തിട്ട് പോകുന്നത്. ലോക്കൽ ചീഫ് നോൺ മുസ്ലിം ആണ്, മുസ്ലിം അല്ലാത്ത ഇന്ത്യയിലത്തെ ലോക്കൽ ചീഫിന്റെ കയ്യിൽ ഭരണം പിടിക്കുന്നു. നിങ്ങൾ എന്റെ കൺട്രോളിലാണ്, പക്ഷെ നിങ്ങളുടെ ദിനചര്യയുള്ള, നിങ്ങളുടെ ഡെയിലി ഉള്ള അഡ്മിനിസ്ട്രേഷൻ ഞങ്ങൾ തലയിടില്ല എന്നുള്ള ഒരു പ്രോമിസ്. ഇനി ഇവിടെ ഇത് കൺക്ലൂഷൻ, ഈ ചാപ്റ്റർ ഇതോടുകൂടി തീരുകയാണ്. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, എന്തൊക്കെ വന്നാലും സിന്ധുവിന്റെ അറ്റാക്ക്, അത് മാത്രമല്ല സിന്ധു അറ്റാക്ക്, അറബ്സിന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സിറ്റുവേഷൻ, ഇന്ത്യൻ കൾച്ചർ, ഇതൊക്കെ പരസ്പരം മേർജ് ആവുന്നുണ്ട്. ഇതേമാതിരി തന്നെ ഇന്ത്യൻ ഡെഫിനറ്റ് ആയിട്ട് ഇന്ത്യൻ ലിറ്ററേച്ചറും മെഡിസിൻ കൾച്ചറൽ ലിങ്കിങ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അറബിന്റെ കൾച്ചർ ഇവിടെ വരുന്നു, ഇവിടുത്തെ കൾച്ചർ അവിടെ പോകുന്നു, ആസ്ട്രോണമിയൊക്കെ. അപ്പോ മുസ്ലിം ടർക്സ് ആയ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാണാൻ പോകുന്നത് എന്താന്ന് വെച്ചാല്, ഇന്ത്യയെ ഇൻവേഡ് ചെയ്യാൻ വരുന്ന മുഹമ്മദ് ഗസ്നിയും മുഹമ്മദ് ഗോറിയും 11ാമത്തെയും 12ാമത്തെയും സെഞ്ചുറിയിലാണ് അവർ അറ്റാക്ക് ചെയ്യുന്നതും. അതിനുള്ള ഒരു പ്രിപ്പറേഷൻ മാതിരി ഈ സിന്ധ് അറ്റാക്കിനെ നമ്മൾ കാണുന്നു. അടുത്തതായിട്ട് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ ആണ്. ഈ നെക്സ്റ്റ് ചാപ്റ്ററിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കോൺകസ്റ്റ് അല്ലെങ്കിൽ ഈ സിന്ധു നദീതീരം പിടിച്ചെടുത്തിട്ട് വലിയ റിസൾട്ട് ഉണ്ടായില്ലെങ്കിൽ കൂടെയും അതിനെ ഒരു മുസ്ലിം അറബ് ഇൻവേഷനും ഇന്ത്യയിലേക്ക് പറ്റാനുള്ള ഒരു ഗ്രൗണ്ട് ലെവൽ കൊടുക്കാം എന്ന് പറയാം. ഇത് 11-12ാമത്തെ നൂറ്റാണ്ടിൽ ടർക്കിന്റെ അറൈവലിനുള്ള ഒരു പ്രിപ്പറേഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഓക്കെ, ഇതിന് ഈ മുസ്ലിം ടർക്കിഷ് ഇൻവേഡറിന്റെ പ്ലണ്ടറിൽ ലൂട്ട് ചെയ്യുന്നത് മുഹമ്മദ് ഗസ്നി 11ാം നൂറ്റാണ്ടിൽ ഒരുപാട് ധനങ്ങളും സ്വർണങ്ങളും ഒക്കെ ലൂട്ട് ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ പിടിച്ചെടുക്കുക എന്നർത്ഥം, അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകും. അതേമാതിരി ഇതിന്റെ കാലഘട്ടത്തിൽ ഈ സ്റ്റേറ്റിലെ ഇന്ത്യയിലുള്ളതും
12th സെഞ്ചുറി ആയപ്പോഴത്തേക്കും മുസാമിദ്ദീൻ മുഹമ്മദ് ഗൗരിയാണ്. ഈ രണ്ടുപേരെയാണ് ഈ ലെസണിൽ പരാമർശിക്കാൻ പോകുന്നത്. കാസിമും മുഹമ്മദ് ഗോറിയും മുഹമ്മദ് കാസിം. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? കോൺസ്റ്റന്റ് ആയിട്ട് ഇവിടെ ഫൈറ്റ് ഉണ്ട് സെൻട്രൽ ഏഷ്യയിൽ. അപ്പോ 9th സെഞ്ചുറിയിൽ പതുക്കെ മാറാൻ തുടങ്ങി. ഈ ഫൈറ്റിംഗ് പല ടർക്കായ സെൻട്രൽ ടർക്ക് ഏഷ്യയിൽ നിന്ന് ടർക്കിന്റെ ഉണ്ട്. പിന്നെ എംപയർ, ഇവിടെയുള്ള രാജ്യം സെഗ്മെന്റായി, ചെറിയ സെഗ്മെന്റായി ആരൊക്കെയാണ് റൂൾ ചെയ്തിട്ടുള്ളത്? ഇന്ത്യൻ റൂളേഴ്സും ഉണ്ട്, സുൽത്താൻമാരുണ്ട്, മുസ്ലിംസും ഉണ്ട്, നോൺ മുസ്ലിംസും ഉണ്ട്. അപ്പോ ഈ ഏരിയ, ടോട്ടൽ ഏരിയ ഹിസ്റ്ററിയില് ഈ ഭാഗം മുഴുവനും ഈ ചരിത്രത്തിൽ ഇങ്ങനെ ഫ്രാഗ്മെന്റഡ് എന്ന് പറഞ്ഞാൽ പീസ് ആക്കി എന്നുള്ള ലെവല്. അപ്പൊ പരസ്പരം എതിർപ്പും ഫൈറ്റും കണ്ടിന്യൂസ് ആവും. അങ്ങനെയാണ് ഒരു ഖലീഫ അല്ലെങ്കിൽ രണ്ട് റൂളർ തമ്മിലുള്ള ഫൈറ്റ് കൂടുതൽ വരികയും അതിന് ഒരു ഫോർമലായിട്ട് ഒരു ഗ്രാൻഡ് ഓഫ് മൻഷൂർ എന്ന് പറയും. അതായത് ലെറ്റർ അയക്കുക, നിങ്ങൾ ഞങ്ങളുടെ സൂസർണിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾ ഞങ്ങളുടെ ആധിപത്യം ആക്സെപ്റ്റ് ചെയ്യൂ, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ രാജ്യത്തിലേക്ക് അറ്റാക്ക് ചെയ്യുമെന്ന് ലെറ്റർ കൊടുക്കുന്നു. അതിനാണ് ഈ മൻസൂർ എന്ന് പറഞ്ഞത്. ഫോർമൽ ലെറ്റർ അയക്കുന്നു. ഫോർമൽ ലെറ്റർ അയച്ച ശേഷം അവർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അടുത്ത സ്റ്റേറ്റുകാർ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഖലീഫ വേഗം ഒരു ആർമി വെച്ച്, അപ്പൊ ഈ കോൺസ്റ്റന്റ് ആയിട്ട് വെസ്റ്റിലും സെൻട്രൽ ഏഷ്യയിലും ഈ ഭാഗത്തിൽ മുഴുവൻ ഇങ്ങനത്തെ പരിപാടികളാണ് കൂടുതൽ നടന്നുകൊണ്ടിരുന്നതെന്നാണ് അർത്ഥം. ഇനി ടർക്കിഷ് ഒക്സാനിയ, ഇവിടെ എന്താന്ന് വെച്ചാല് അവര് ഓരോ മുസ്ലിം റൂളേഴ്സും എന്നെ ഞാൻ സുൽത്താനാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണ്. 8th സെഞ്ചുറിയിൽ ടർക്കിഷ് ആയിട്ടുള്ള നൊമാഡ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ നൊമാഡ്സ് എന്ന് പറഞ്ഞാൽ ഈ സഞ്ചരിച്ചു ഒരു സ്ഥലത്തും സ്ഥിരമായിട്ട് താമസിക്കാതെ വാഗബോണ്ട് അല്ലെങ്കിൽ നാടോടികൾ എന്ന് പച്ച മലയാളത്തിൽ പറയാം, നൊമാഡ്സ്. അവരാണ് ഇവിടെ ഭാഗത്ത് വരുന്നു. അപ്പോ അത് ടർക്കിഷ് ആണ് ഇവര് നടന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങള് സെൻട്രൽ ഏഷ്യ. ആ പ്രദേശത്തിന് പറയുന്നത് മൗറവൻ നഹോർ, അറബിക് ടേംസ് ആണ്, ആൻഡ് പെർഷ്യാദ് ഇൻ പേർഷ്യ. അപ്പൊ ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് ടർക്കിഷ് കമാൻഡേഴ്സ് അങ്ങനെ പേഴ്സണലൈസ്ഡ് ആയിട്ട് ലാംഗ്വേജ്, എത്തിക്സ്, അഡ്മിനിസ്ട്രേറ്റീവ് പോളിസി ഇതെല്ലാം കൂടെ മെർജ് ചെയ്യുന്നു. ഇതേ സമയം തന്നെ ഗവേണിംഗ് ക്ലാസ് ഒരു അസിമിലേഷൻസ് വരുന്നു. പേർഷ്യൻ കൾച്ചർ ആൻഡ് പ്രൗഡ് ഓഫ് റേഷ്യൽ ഒറിജിൻ. ഇതിൽ ബൈലിംഗ്വൽ ലാംഗ്വേജസ് ഉണ്ട്. ഇതിന് കൂടാണ്ട് ഇവരുടെ പവർ വെസ്റ്റ് ഏഷ്യയിലും ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലും സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങുന്നു. ഇത് അബസാദ് എംപയർ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിലുള്ള രാജ്യങ്ങൾ മുസ്ലിം റീജിയനാണ് അബസാദ് എംപയർ എന്ന് പറയുന്നത്. അവിടെ നോർത്ത് ഇന്ത്യയില്, അതേസമയം നോർത്ത് ഇന്ത്യയിൽ നമുക്ക് പറയാൻ പറ്റും പോസ്റ്റ് ഗുപ്ത പീരീഡ്, ഗുപ്തന്മാർക്ക് ശേഷമുള്ള പീരീഡാണ്. ഇന്ത്യയിലെ ഗുപ്തന്മാർക്ക് ശേഷമുള്ള പീരീഡും അറേബ്യയും ഗൾഫ് ഏരിയ സെൻട്രൽ ഏഷ്യയില് അബസാദ് എംപയർ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പല രാജാക്കന്മാരുണ്ട്. എല്ലാ രാജാക്കന്മാരും പരസ്പരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനാ ഫൈറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അവർക്ക് തന്റെ രാജ്യം വിപുലീകരിക്കണം, തന്റെ പവർ ബാക്കിയുള്ളവനെ അക്സെപ്റ്റ് ചെയ്യണം, തന്നെ സുൽത്താൻ എന്നുള്ള ലെവലില് അക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ സുസർണിറ്റി അക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പൊളിറ്റിക്കലി ഈ കണ്ടീഷൻ മാറും. ഒരാളുടെ കണ്ടീഷൻ, ഞാനിപ്പോ രാജാവായിട്ട് ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഒരു ലെറ്റർ വരികയാണ്, എൻ്റെ നെയ്ബർ രാജാവ്, നിങ്ങൾ നാളെ മുതൽ എന്നെ സുൽത്താൻ എന്ന് വിളിക്കണം, എനിക്ക് ഗിഫ്റ്റുകൾ അയക്കണം, അല്ലെങ്കിൽ എൻ്റെ സോസറിറ്റി അല്ലെങ്കിൽ എൻ്റെ മേധാവിത്വം നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ സാമാന്യ മര്യാദ ഉള്ളവരാരും അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ എന്തായി,
മിലിറ്ററി പവർ എടുക്കാൻ തുടങ്ങും. മിലിറ്ററി പവർ എടുക്കുമ്പോൾ ഓരോ രാജ്യത്തിനും അവരുടേതായ മിലിറ്ററി ഉണ്ടാവും. പക്ഷെ അതിൽ ഏത് രാജ്യത്തിന് കൂടുതലുണ്ടോ അവർ സക്സസ് പോകും. അങ്ങനെയാണ് അതിന്റെ എഫിഷ്യൻസി പോകുന്നത്. ഇനി ഗാസനാബാദ് ഡൈനാസ്റ്റി, ഈ ഡൈനാസ്റ്റിയില് സമദ് ഡൈനാസ്റ്റിനെ മാറ്റി ഇറാനിയൻ നോബൽ ബാൽക്ക് എന്ന് വന്ന ആള് ഒരു കൺവേർട്ടാണ്. അപ്പോൾ ഈ കൺവേർട്ട് ആയിട്ടുള്ള ആള് ഗവേൺഡ് സമർക്കന്ദും ഹെറാത്തും സെൻട്രൽ ഏഷ്യയും അഫ്ഗാനിസ്ഥാനും റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഈ ഡൈനാസ്റ്റി അടുത്ത സമനായത് ഡൈനാസ്റ്റിക്ക് ശേഷം അടുത്തതായിട്ട് വരുന്ന ഡൈനാസ്റ്റിനെയാണ് നമ്മൾ ഗസനവൈഡ് എന്ന് പറയുന്നത്. ഏത് കാലഘട്ടത്തിൽ റൂൾ ചെയ്തു? 962 തുടങ്ങി 962 മുതൽ 1186 സെഞ്ചുറി വരെ. ഇവര് എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത്? ടർക്കിഷ് സ്ലേവ്, ഇത് ഉണ്ടാക്കിയെടുത്തത് ഒരു ടർക്കിഷിന്റെ സ്ലേവ് ആയിരുന്ന, അല്ലെങ്കിൽ ഒരു സമനൈറ്റ്സിന്റെ കീഴിൽ ഉണ്ടായിരുന്ന ഒരു ടർക്കിഷ് സ്ലേവ്. ഗസനൈദ് എന്ന് പറയുമ്പോ സെലൂക്കസ് ബുക്ക് ഇട്ടുണ്ട്. സെലൂജിത്ത് എന്ന് പറയുന്ന വേറൊരു കശ്മീർ ഡൈനാസ്റ്റിന്റെ ഈ സെലിമേത്തിനെ ഡിഫീറ്റ് ചെയ്യുന്നത് സലൂജിത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ കൻവാരീസ് ഡൈനാസ്റ്റിയിൽപ്പെട്ട ആളാണ്. അപ്പോ അതിനുശേഷം ഈ വലിയ എംപയർ, വലിയ രാജ്യം പല വിധത്തില് മാറ്റി മംഗോളിന്റെ പലവിധ, ചെൻഗിസ് ഖാൻ ഭയങ്കര ഫൈറ്റർ ആയിരുന്നു ആ കാലഘട്ടത്തിൽ, ടർക്കിഷ് ഫൈറ്റർ. അപ്പോ ചെൻഗിസ് ഖാന്റെ ഫൈറ്റിൽ കൂടെ മംഗോളിയനാണ് ചെൻഗീസ് ഖാൻ. അപ്പൊ ആ മംഗോളിയൻ ഇവിടെ ഇത് പിടിച്ചെടുക്കാൻ തുടങ്ങും. ഈ ഏരിയ മുഴുവനും തന്റെ കൺട്രോളിൽ വരണം എന്നുള്ള ഒരു ലെവലിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇനി ഇവർക്ക് കാരണങ്ങൾ എന്തൊക്കെയാ? എന്തുകൊണ്ടാണ് ഇവര് സക്സസ് ആയത്? ആദ്യത്തെ റീസൺ പറയുകയാണെങ്കിൽ നല്ല എക്സലന്റ് ആയ കുതിരകളുണ്ട് കയ്യില്. അതായത് ഇവർ ആ കാലഘട്ടത്തിൽ മുഴുവനും മുഴുവൻ നടക്കുന്നത്, അല്ലെങ്കിൽ യുദ്ധം നടക്കുന്നത് കുതിരപ്പുറത്ത്, കുതിര കാലാൽപ്പട. മുസ്ലിം സൈഡിലേക്ക് അല്ലെങ്കിൽ ആ ഏഷ്യൻ സൈഡിലേക്ക് ഏഷ്യൻ ആന ഇന്ത്യയിൽ വന്ന ശേഷമാണ് ആനകളെ അവർ കാണുന്നത്. അപ്പൊ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കുതിരകളുണ്ട്. അറേബ്യൻ ഹോഴ്സസ് ആർ വെരി സ്ട്രോങ്. അപ്പൊ ആ കുതിരമേൽ സവാരി ചെയ്തുകൊണ്ട് കുതിരയ്ക്കും അറിയാം എന്താ ചെയ്യേണ്ടത്. കുതിര കാല് പൊക്കി എനിമിയെ ചവിട്ടും. അപ്പൊ അവർക്കും കുതിരയ്ക്കും ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്, ആൾക്കാർക്കും ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള നല്ല ഫൈൻ ബ്രീഡ് കുതിരകളുണ്ടായിരുന്നു. രണ്ടാമതാണെങ്കിൽ ഇവരെല്ലാം വെസ്റ്റ് വെറൈറ്റി ആയിട്ടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വാരിയേഴ്സ് ഉണ്ട്. അതായത് നല്ല മിടുക്കന്മാരായ വാരിയേഴ്സ് ഉണ്ട്, ശക്തിമാനായ വാരിയേഴ്സ് ഉണ്ട്. ഇത് കൂടാണ്ട് അറേബ്യയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും നല്ല വിധത്തിലുള്ള ആൾക്കാരെയും അവര് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, നമ്മളുടെ ആർമി ഭടൻ അല്ലെങ്കിൽ യുദ്ധഭടനായിട്ട്. ഇനി കൂടാണ്ട് ഗുർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടത്തെ കുതിരകൾ പ്രത്യേകമായിട്ട് നല്ല കുതിരകളും അവരുടെ കുതിരേനെ കൊണ്ടു നടക്കുന്ന ആൾക്കാരും. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാല് ഇവർക്ക് ഒരുപാട് ഇംപ്ലിമെന്റ്സ് ഉണ്ട്. ഇംപ്ലിമെന്റ്സ് എന്ന് വെച്ചാൽ യുദ്ധക്കോപ്പുകൾ, വഴക്കിനുണ്ടാക്കാനുള്ള കോപ്പുകൾ. ഈ ഗോറ് എന്ന് പറഞ്ഞ സ്ഥലത്ത് 34 പ്രോവിൻസ് ഉണ്ട് അഫ്ഗാനിസ്ഥാനിൽ. അവിടെ മുഴുവനും അയൺ മെറ്റലിന്റെ സഫിഷ്യൻസി പ്രസൻസ് കൂടുതല. അപ്പോ ആ പ്രസൻസ് അയൺ എടുത്തിട്ടാണ് നമ്മള് യുദ്ധ പടക്കോപ്പുകൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ഗുർ ഏരിയയിൽ നിന്നുള്ള അയൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ മെറ്റൽ ഉപയോഗിച്ച് നല്ല നല്ല പടക്കോപ്പുകൾ ഉണ്ടാക്കുകയും ആ പടക്കോപ്പുകളെ അഫ്ഗാനിസ്ഥാൻ ആ ഏരിയയിലേക്ക് കിട്ടുക. ആ ഏരിയയിൽ സ്പെഷ്യലൈസ് ആണ്. ഈ പടക്കോപ്പുകളുടെ പ്രൊഡക്ഷൻ സ്പെഷ്യലൈസ്ഡ് സ്കില്ലാണ്. ആ സ്കില്ല് ഉപയോഗിച്ച് അവർ പടക്കോപ്പുകൾ ഉണ്ടാക്കുന്നു. ഈ പടക്കോപ്പുകൾ പല സ്ഥലത്തേക്കും കയറ്റി അയക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ തന്നെ കൂടാണ്ട്
ഇവിടെ ഗുറിന്റെ പ്രത്യേകതരമായ പടപ്പുണ്ട്. അതിന് മാത്രമല്ല മുഹമ്മദ് എന്താ ചെയ്യുന്ന വെച്ചാല് ഈ ആൾക്കാരെ തന്നെ ഓഫീസേഴ്സ് ആയിട്ട് അവിടെ വാറിലിടുകയാണ്. അതായത് ഈ പടക്കോപ്പിനെ പറ്റി അറിയുന്ന ആൾക്കാരായിരിക്കും ഓഫീസേഴ്സ് ആയിട്ട് വരിക, ഇൻചാർജ് ആയിട്ട്. അപ്പൊ അവർക്ക് പെട്ടെന്ന് അതിന് എന്താ ചെയ്യേണ്ടത്, ഏതെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയാൻ പറ്റും. കൂടാതെ നല്ല ക്വാളിറ്റി ഹോസസിന് കൊടുക്കുന്നു, വാർ മെറ്റീരിയൽസ് കൊടുക്കുന്നു. ഇതൊക്കെയാണ് ടർക്കിഷ് ആൾക്കാർക്ക് കൂടുതലായിട്ട് സക്സസ് ആകാൻ കാരണങ്ങൾ. ഇനി ഇത് മാത്രമല്ല, ഗുർല് അവര് മുസ്ലിം കൾച്ചറൽ ഇന്റർഫേസ്, അതായത് മുസ്ലിംസ് ഗുർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവരുടെ മുസ്ലിംസിന്റെ കൾച്ചറും ഇന്ത്യൻ കൾച്ചറുമായിട്ട് ഒരുമിച്ച് ചേരുകയും ചെയ്യുകയാണ്. അപ്പൊ മിഡിൽ ഏജിൽ നമുക്കത് പറയാം. ഇത് കൂടാണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത് വാരിയേഴ്സ്, ഗാസി സ്പിരിറ്റ്, ടർക്കിഷ് സ്പിരിറ്റ്, അവരുടെ വാരിയർ അല്ലെങ്കിൽ യോദ്ധാക്കൾക്ക് ഉള്ള ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ മോട്ടിവേഷൻ, ആ മിലിറ്ററി ആൾക്കാർ അവരെ നല്ല മോട്ടിവേറ്റ് ചെയ്ത് നല്ലപോലെ അവരെ സ്ഥിരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അവർക്ക് ഒരു സ്പിരിറ്റ് ഉണ്ട്, യുദ്ധം ചെയ്യാനുള്ള ഒരു സ്പിരിറ്റ് ഉണ്ട്. ഇത് കൂടാണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത് വെസ്റ്റ് ഏഷ്യയിലും കോൺസ്റ്റന്റ് ആയിട്ട് വാർ ഇങ്ങനെ ഇന്ത്യൻ നോൺ ടർക്കിഷുമായിട്ടും അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നവണ് ടർക്കോമാൻസ് എന്നാണ് പറയുന്നത്. ഇത് കൂടാണ്ട് ട്രാൻസോക്സാനിയൽ ഏരിയയിൽ, ഇറാനിയൻ ഏരിയയിലും ഇതേമാതിരി മുസ്ലിംസും നോൺ മുസ്ലിംസും ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ്. ഇനി നോർത്ത് വെസ്റ്റേൺ റീജിയൻ ഇതേമാതിരി തന്നെ വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു സമരത്തിന്റെ കാരണം, അത് ഞാൻ എടുക്കുന്നതാണ്. ഇനി ആനന്ദപാൽ മുഹമ്മദിന്റെ കൺട്രോളിൽ വരുമ്പോഴത്തേക്കും ഒരു ഒരു കൺട്രോൾ കോൺകർ ചെയ്യാണ് അപ്പർ ഇൻഡസ്. ഇത് ഇൻഡസിന്റെ പിടുത്തത്തിൽ 1066 സെഞ്ചുറിയിൽ. അപ്പൊ മുഹമ്മദിന്റെ ആർമി ആനന്ദപാൽ ആ വാറിൽ നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ വാർ തോറ്റു പോകുന്നു. ഫൈനാൻഷ്യൽ സ്ട്രെയിൻ ഉണ്ട്, ടെറിട്ടോറിയൽ സ്ട്രെയിൻ ഉണ്ട്. പിന്നെ ഈ മുഹമ്മദിന്റെ ലാസ്റ്റ് റെസിസ്റ്റൻസ് ആയിരുന്നു ഇവിടെ. എന്നിട്ട് എന്ത് പറ്റി, മുഹമ്മദിന്റെ കൂടെ സന്ധി ചെയ്യേണ്ട, സിഗ്നേച്ചർ ചെയ്യേണ്ട അല്ലെങ്കിൽ സൈൻ ട്രീറ്റ് ചെയ്യേണ്ടി വന്നു ഗാവസ്നിസിന്. അത് കഴിഞ്ഞ ശേഷമാണ് നാച്ചുറലായിട്ട് ആനന്ദപാൽ മരിക്കുന്നത്. ഇനി ആനന്ദപാലിന്റെ ശേഷം നമ്മൾ കൂടുതലായിട്ട് പോകാൻ പറ്റുന്നില്ല, എന്നാലും കാശ്മീർ ആ സമയത്ത് റൂൾ ചെയ്തിരുന്ന ക്വീൻ ദിഡ 26 വർഷം അവർ റൂൾ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ഹിന്ദു സായി ഡൈനാസ്റ്റി ആയിട്ടുള്ള ഒരു വിരോധമുണ്ട്, പഴയ വിരോധമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു, അവര് ഈ ഗാസിബാദ് റോഡില് വാറിന് വരുമ്പോ ഈ ഷാഹി ഡൈനാസ്റ്റിയെ മാഡം അല്ലെങ്കിൽ ക്വീൻ ദീദ സപ്പോർട്ട് ചെയ്തില്ല. ആൻഡ് അവരുടെ റൂളിംഗ് ടൈം 958 മുതൽ 1003 സെഞ്ചുറി വരെ. ആദ്യമായിട്ട് ഇന്ത്യൻ ചരിത്രത്തിലെ റീജൻസി, അവരുടെ മകന് വേണ്ടി റീജൻസി എന്ന് പറഞ്ഞാൽ മകൻ ചെറിയ കുട്ടിയായിരിക്കും, റീജന്റ് എന്ന് പറയുന്നത് അതാണ്. മകൻ മൈനർ ആണെങ്കിൽ മദറോ അങ്കിളോ ആരെങ്കിലും അവര് റീജൻസിഷിപ്പ് എടുക്കും. ആ കുട്ടിക്ക് മേജർ ആവുന്നത് വരെ അവരുടെ പേരിൽ, അവരുടെ നാമത്തിൽ വേറെ ഒരാള് രാജ്യം ഭരിക്കുക. അതിനാണ് റീജൻസിഷിപ്പ് എന്ന് പറയാ. അപ്പൊ ആ മൊണാർക്കായിട്ട് ക്വീൻ ദീഡ കാശ്മീർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയം, അവരുടെ കാലഘട്ടത്തിൽ ഇതിനെപ്പറ്റിയൊക്കെ രത്നഗിരി കൽഹാനയിൽ പറയുന്നുണ്ട്. ഹിസ്റ്റോറിക്കൽ ക്രോണിക്കൽ, സാൻസ്ക്രിറ്റ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ള ഭാഷകളെങ്കിലും ഇന്ത്യൻ സബ് കോണ്ടിനെന്റിനെ പറ്റിയും പെർട്ടിക്കുലർ ആയിട്ട് റൂളേഴ്സ് ഓഫ് കാശ്മീരിന് ഇതുണ്ടായിരുന്നു. ഇവിടെ ഈ നോർത്ത് ഇന്ത്യ പിടിച്ചടക്കിയതിന് ശേഷവും ഫോറിൻ ഇൻവേഡേഴ്സിന് അത് വേണമെന്നുള്ള ഒരു മോഹമുണ്ട്. അണ്ടർടേക്കിംഗ് ചെയ്തു വരുമ്പോൾ ഈസിയർ മുഹമ്മദിന് പറ്റിയില്ല. പിന്നെ പഞ്ചാബിൽ നോക്കുകയാണെങ്കിൽ 3 പ്രാവശ്യം ഫൈറ്റ് വരുന്നുണ്ട് ഗാൻജറ്റിക് പ്ലെയിൻസിൽ. ഇനി ഇവിടെ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ, പ്രിസൈസി ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈസിയർ ആയിരുന്നു മുഹമ്മദിന് ഈ രാജ്യങ്ങൾ പിടിച്ചെടുക്കാൻ. കാരണം ഈ ഹിമാലയൻ ഫുട്ലെസിലും അതേമാതിരി തന്നെ ലോക്കൽ ആയിട്ടുള്ള രജപത്ത് റൂളർ ബാരൻ, അങ്ങരാണ് കുറച്ച് ഫ്യൂഡേറ്ററി റൂളേഴ്സോട് കൂടി ഇരുന്നതെങ്കിൽ കൂടെയും
അതിനുശേഷം മുഹമ്മദ് വന്ന് മധുര ആൻഡ് വൃന്ദാവൻ, അതായത് നോർത്ത് ഇന്ത്യയിലുള്ള മധുരയാണ്, സൗത്ത് ഇന്ത്യൻ മധുര അല്ല, നോർത്ത് ഇന്ത്യയിലുള്ള മധുരയും വൃന്ദാവനൊക്കെ ഫ്യൂഡേറ്ററി റൂളേഴ്സ്, അതായത് ഫ്യൂഡേറ്ററി എന്ന് വെച്ചാൽ മേധാവി, അവിടുത്തെ മേധാവിന്റെ കൂടെ ഹെൽപ്പ് ചെയ്തതിന് ശേഷമാണ് അത് അവര് സഹായിക്കുന്നു. ഫ്യൂഡേറ്ററി റൂളേഴ്സ് എന്ന് പറയുന്നവര് സഹായം കൊടുക്കുന്നു മുഹമ്മദിന്. ആ മുഹമ്മദ് അതുകൊണ്ട് ആ ടൗൺസും മധുര, കൃഷ്ണന്റെ സ്ഥലം, വൃന്ദാവൻ സ്ഥലമൊക്കെ നോർത്ത് ഇന്ത്യയിലുള്ള മധുരയൊക്കെ പിടിച്ചടക്കുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം നമ്മൾ കാണാൻ പറ്റുന്നത് എന്താ വെച്ചാല്, ഈ മാർച്ച് ഉണ്ടല്ലോ, ഈ മാർച്ച് ഓരോ രജപട്ട് റൂളേഴ്സും ചില സമയത്ത് സഹായിക്കുന്നു, ചില സമയത്ത്, അതായത് അവനോന് ബെനിഫിറ്റ് കിട്ടുമ്പോൾ അവര് ചെയ്യുന്നുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. പ്ലണ്ടർ ഓഫ് മധുര, മുഹമ്മദിന്റെ പ്ലണ്ടർ ആണ്, അതായത് പിടിച്ചടക്കാണ്. എന്തുകൊണ്ടാണ് നമ്മൾ മധുര സിറ്റി, നോർത്തേന്റെ മധുരയാണ് ഞാൻ ഈ പറയുന്നത്, ഹിന്ദു വർഷിപ്പാണ്. ആകെ മുഴുവൻ അമ്പലം കൃഷ്ണന്റെ അമ്പലങ്ങളാണ്. അത് കണ്ടിട്ട് മുഹമ്മദ് പറയാണ്, ഇത് ഒരു ദിവസം കൊണ്ട് മനുഷ്യൻ ഉണ്ടാക്കിയതല്ല, ഇതൊരു ജിന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കൊളോസൽ വലിയ വലിയ ബിൽഡിങ്സും ഗോൾഡും സിൽവറും രത്നങ്ങളും ഇതെല്ലാം കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇതൊക്കെ ഈ അമ്പലങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെ പൊട്ടിക്കേണ്ട ഒരു കാരണം വരുന്നു. കാരണം അത്രയും അസ്റ്റോണിഷിങ് ആയിരുന്നു, അല്ലെങ്കിൽ അത്രയും പ്രബലമായിരുന്നു മധുരയിൽ ഉണ്ടായിരുന്ന അമ്പലങ്ങൾ. പിന്നെ അത് കൂടാണ്ട് ആ അമ്പലത്തിന്റെ ചുറ്റുമുള്ള മതില്, കോട്ടമതില്, അതേമാതിരി അതിന്റെ കൺസ്ട്രക്ഷൻസ്, അതിന്റെ സ്റ്റോണ്, ഒരു റിവറിലേക്ക്, യമുന റിവറിലേക്ക് 2 ഗേറ്റ് ഉണ്ട്, മാസീവ് ബേസ്മെന്റ് ഉണ്ട്. അവർ കെട്ടിയിരിക്കുന്നത് വെള്ളം കയറാണ്ടിരിക്കാനാണ്. മഴ വന്നാൽ അല്ലെങ്കിൽ ഫ്ലഡ് വന്നാൽ വെള്ളം യമുന റിവർ നിന്ന് അകത്തോട്ട് കയറാണ്ടിരിക്കാൻ മാസീവായ ബേസ്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇത് ഇത്രയും കാര്യമായിട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേമാതിരി ഇത് കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ഉദ്ദേശം പറഞ്ഞത്, ഇത് മനുഷ്യനായി ചെയ്തതല്ല ജിന്ന് ചെയ്തതാണെന്നുള്ളൊരു തോന്നൽ വരുന്നു. ഇത് കൂടാണ്ട് പുറത്തുള്ള സിറ്റികളൊക്കെ നല്ല കൺസ്ട്രക്ഷൻസ്, വളരെ കൺസ്ട്രക്ഷൻസ്, പെർഫെക്റ്റ് കൺസ്ട്രക്ഷൻസ്, അതുകൂടാണ്ട് ലാർജർ ആയിട്ടുള്ള ഫൈനസ്റ്റ് പെയിന്റിങ്സ്, ഇതൊക്കെ കണ്ടിട്ടാണ് മഹമ്മൂദിന് ഒരു അറ്റാക്ക് വന്നത്. അടുത്തതായിട്ട് കനൗജ് ആണ് അറ്റാക്ക് ചെയ്യുന്നത്. കനൗജ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചു, ഇന്നത്തെ ലെസണില് ഗുർജാര പ്രതിഹാരാസിന്റെ ക്യാപിറ്റൽ ആണ് കനൗജ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഏരിയ ആണ്, അവർക്ക് ഗംഗ വാലിന്റെ അടുത്താണ്. അപ്പൊ ഈ കനൗജ് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ രാജാവ് ഓടിപ്പോവും. സുൽത്താൻ വരുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അപ്പൊ എന്ത് പറ്റി, ആ ഗാൻജസിന്റെ തീരത്തിലുള്ള ആ സിറ്റി ഈസി ആയിട്ട് കനൗജ് അറ്റാക്ക് ചെയ്യാൻ പറ്റി. ഇങ്ങർക്ക് അറ്റാക്ക് ചെയ്ത് പിടിച്ച് കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റി. കൂടാണ്ട് ചന്ദാൽ ബോസ് ആസി, അതേമാതിരി ചന്ദാബായ്, ഹിന്ദു രാജ, സർവാലുള്ള രാജയാണ്. അങ്ങേരെ സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്നത് സെൽവിക് ഹിൽസ് വരെയാണെങ്കിലും കുറെ ട്രഷറൊക്കെ കൂട്ടിയെടുത്തിട്ട് ഓടിപ്പോകുന്ന സമയത്ത് മുഹമ്മദിന്റെ ഗസ്നിയുടെ ആൾക്കാര് ഫോറസ്റ്റിൽ വെച്ച് പിടിക്കുകയും അതൊക്കെ അവർ കൊണ്ടുപോയിക്കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവര് പേർഷ്യയിൽ കൊണ്ടുപോയി വിറ്റ് കാശാക്കും. ഇനി സോമനാഥ് ടെമ്പിള്, മുഹമ്മദിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സോമനാഥ് ടെമ്പിൾ ആണിത്. അതിൽ ഭയങ്കരമായ പ്രശസ്തി വന്നു ഈ ടെമ്പിൾ പിടിച്ചെടുക്കുന്നതിൽ. സോമനാഥ് ടെമ്പിളില് ആയിരക്കണക്കിന് പിൽഗ്രിമേജ് ഉള്ള, അത്രയും ഒരു ആൾക്കാരുള്ള 1000 ബ്രാഹ്മണന്മാര് സെർവ് ചെയ്യുന്ന ടെമ്പിളാണ്. അതിനെ ഗാർഡ് ചെയ്യുന്ന ട്രഷറും ഡാൻസേഴ്സ്, സിംഗേഴ്സ് ഒക്കെ, അത്ര വലിയ ടെമ്പിളാണത്. ഗർഭഗൃഹ എന്ന് പറഞ്ഞാൽ അകത്തോട്ട് അതായത് ലിംഗം ഇരിക്കുന്ന ശിവലിംഗമാണ്. സോമനാഥ് ടെമ്പിളിലെ ശിവനാണ്. ശിവന്റെ ടെമ്പിളിലേക്ക് അകത്തേക്ക് പോകുന്ന വഴിയൊക്കെ രത്നങ്ങൾ കൊണ്ടും ഭയങ്കരമായ പെയിന്റിങ്സ്, ഹാങ്ങിങ്സ് ഒക്കെ വെച്ചിട്ട് അഡോറിങ് ആണ്. അപ്പൊ ഇത് കണ്ടപ്പോ തന്നെ ഇത് ദേവതുല്യമായ സ്ഥലമാണെന്നാണ് മുഹമ്മദ് പറയുന്നത്. കാരണം അത്രയും റിച്ച് ആയിരുന്നു സോമനാഥ് ടെമ്പിൾ. അതിനെ പിടിച്ചെടുക്കാൻ മാത്രമല്ല, അതിനുശേഷം ആൾക്കാരെ കൊല്ലുന്നു, എല്ലാ സാധനങ്ങളും കണ്ടുപിടിച്ചതൊക്കെ ലൂട്ട് ചെയ്ത് എടുക്കുകയാണ്. ഈ ലൂട്ട് ചെയ്തെടുക്കുമ്പോ ഇവർക്ക് ഇതിന്റെ കാരണങ്ങൾ എന്താന്ന് വെച്ചാല് വെൽത്താണ്.
ഈ വെൽത്ത്, രത്നങ്ങൾ, ഗോൾഡ്, സ്റ്റാച്യൂസ് ഒക്കെ ഗോൾഡിലുണ്ട്, കൊണ്ടുപോകുന്നു. അപ്പോ ഈ കാലഘട്ടത്തിൽ ഈ ടെമ്പിളൊക്കെ അത് പൊട്ടിച്ചു കളയുന്നു. സോമനാഥ് പൊട്ടിച്ച് ദാരുണമായിട്ടുള്ള വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഇതിനെ അവര് പൊട്ടിച്ചു കളയുന്നു. ആരാണ്? കാസി ഒരു അത് പറയാൻ വിട്ടുപോയതാണ്, ഞാൻ ഒന്നുകൂടെ പറയാം. ഈ മുഹമ്മദ് ഈ അമ്പലങ്ങള് തല്ലി തകർക്കുകയാണ്. ആ തല്ലി തകർത്ത അമ്പലങ്ങള് വേഗം തന്നെ ചെറിയ ചെറിയ പീസുകളാക്കുന്നു. കാരണം ഇത് കൊണ്ടുപോകണം അവർക്ക്. ഇവിടെ നിന്ന് ഈ അമ്പലത്തിൽ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് അതിനെ പൊട്ടിച്ചെടുക്കുന്നത്. പൊട്ടിച്ചെടുത്ത് കൊണ്ടുപോയി അവരുടെ നാട്ടിൽ ഇതിനെ വിൽക്കാനുള്ള ബിസിനസ്സുകാരാണല്ലോ ആരബ്സ് ബേസിക്കലി. അപ്പൊ അങ്ങനെ അത് ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് റിവർ, അതായത് അറേബ്യൻ സീ കൂടെ ഈ ടെമ്പിളിന് ചുറ്റും മുട്ടേറുന്ന ഫോർട്രസ്, അതായത് കോട്ട, ഈ കോട്ടകളൊക്കെ അറേബ്യൻ സീന്റെ വെള്ളം വന്ന് കേറി അല്ലെങ്കിൽ അതിനെ നശിപ്പിച്ചു കൊണ്ടുപോകുന്നു. അത്രത്തോളം അതിനെ ലൂട്ട് ചെയ്തിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതേമാതിരി തന്നെ കില്ലിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ മുഹമ്മദ് ഒരു 50,000 ഹിന്ദുസിനെ കൊന്നിട്ടുണ്ടാവും. ഈ സർവീസിൽ ഈ ഗാർഡായിട്ടുള്ളവരും അമ്പലങ്ങളിൽ സർവീസ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ കൊന്നുകളയാണ്. കാരണം ഇനി അവർ വേണ്ട അവിടെ, അതാണ് അർത്ഥം. വലിയ സ്റ്റോൺ ഉണ്ടായിരുന്ന അത് മനെ പൊട്ടിച്ച് അവരുടെ അവരുടെ ട്രാൻസ്പോർട്ട് ചെയ്ത് അവരുടെ പാലസിലേക്ക് കൊണ്ടുപോകുന്നു. ആ അമ്പലത്തിന്റെ ഗേറ്റ് ഗസ്നി എഴുതി, ഗസ്നിയുടെ ലെവലില് പറയാണ് ഈ ഗേറ്റ് ഒരു $1 million ചെയ്താലും അത്രയും ട്രഷറാണ്. ഇതിന്റെ ഇൻവേഡർക്ക് പ്ലണ്ടർ ചെയ്ത് കൊണ്ടുപോകുന്നവർക്ക് എല്ലാവർക്കും ദാനമായിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കുറെ എക്സ്പെഡീഷൻസിൽ സപ്പോർട്ട് ചെയ്തവർക്ക് സഹകരണങ്ങൾ കൂടെ ചെയ്യുന്നുണ്ട്. ഇനി എന്തുകൊണ്ടാണ് മുഹമ്മദിനെ ചാമ്പ്യൻ എന്ന് വിളിക്കുന്നത്? കാരണം ആ ചാമ്പ്യൻ ഇത്രയും വലിയ അമ്പലത്തിനെ തട്ടി തകർത്തു, ഹിന്ദു ബിലീഫിനെ തട്ടി തകർത്തു. എല്ലാ മുസൽമാന്റെയും മുമ്പില് ഈ 9 ഇതിനെ കാണിക്കുകയും ഇവരുടെ ഇന്ത്യയിൽ അങ്ങേര് തട്ടി തകർത്തു, അല്ലെങ്കിൽ അമ്പലങ്ങൾ തകർത്തു, അവിടുത്തെ രത്നങ്ങളും കാര്യങ്ങളും കൊണ്ടുവന്നപ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു മാജിക്കൽ സ്റ്റോറി മാതിരി ആയിപ്പോയി. ഇങ്ങേരുടെ കഥ ഒരു സ്റ്റോറി മാതിരി ആയിപ്പോയി. ഈ സ്റ്റോറി മാതിരി ആയ സമയത്ത് ഒരു പറഞ്ഞാൽ വിശ്വസിക്കാത്ത വിധത്തിൽ ആർ വന്നാലും കണ്ടാലും അവർക്കത് മനസ്സിലാകും എത്രത്തോളം മിലിറ്ററി ക്യാമ്പയിൻസ് അവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ചാമ്പ്യൻ എന്ന പേര് വന്നത് മുസൽമാന്. ഇനി തിരിച്ചു പോകുമ്പോ ഇവരിങ്ങനെ ഗുജറാത്ത് കൂടെ അല്ലെങ്കിൽ രാജസ്ഥാൻ കൂടെ തിരിച്ച്, അതായത് ആർമി തിരിച്ചു പോവുകയാണ്. ആർമി തിരിച്ചു പോകുമ്പോഴത്തേക്ക് അവിടെ ഉപ്പിന്റെ ഇതുണ്ട്, കൽക്കരി ഉപ്പുകൾ കിടക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ഉപ്പുമല എന്ന് പറയാം. ഇവർക്ക് ഈ തിരിച്ചു വരുന്ന സമയത്ത് ഡെസേർട്ട്, രാജസ്ഥാൻ ഡെസേർട്ട് കൂടെ ക്രോസ് ചെയ്താണ് അവർ പോകുന്നത്. വെള്ളം കിട്ടാണ്ട് അവരുടെ ആർമിക്കാർ കുറെ പേര് മരിച്ചു പോകുന്നു. പിന്നത്തെ ഒരു ഗ്രൂപ്പ്, അതായത് നമ്മൾ വേണമെങ്കിൽ പറയാം അവനവൻ ചെയ്ത കർമ്മത്തിന് ബലം കിട്ടുന്നു എന്ന് മാത്രം, റിസൾട്ട് എന്ന് പറയണമെങ്കിൽ പറയാം. പിന്നത്തെ ഒരു ഗ്രൂപ്പ്, അവരുടെ ആൾക്കാരൊക്കെ ഈ ജാത്ത് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. സോൾട്ട് റേഞ്ചിൽ താമസിക്കുന്ന ആൾക്കാരാണ്, ജാത്ത് എന്നാണ് പേര്. അപ്പൊ അവരുടെ കയ്യിൽ അകപ്പെടും. അവർക്കറിയാം അവർ ഈ രാജസ്ഥാൻ ഡെസേർട്ടിൽ ജീവിക്കുന്നവര്, അവർക്ക് എന്താ പറ്റിയത്, അവർക്ക് ഇത് ദേഷ്യം കാരണം എക്സോസ്റ്റ് ആയപ്പോ സോൾജേഴ്സിന് അവര് കെട്ടിവലിച്ചു കൊണ്ടുപോവുകയും, അതേമാതിരി തന്നെ ഇതൊക്കെ കൊണ്ടുപോകണ കാണുമ്പോൾ അവര് ജാത്തിന്റെ കയ്യിൽ പെട്ടുപോകുന്നു. അങ്ങനെ മരിച്ചു. മുഹമ്മദിന്റെ കുറെ സോൾജേഴ്സ് മരിച്ചു പോകുന്നു. പിന്നെ മുഹമ്മദ് ഇന്ത്യ വിട്ട് ഈ ട്രൂപ്പിനെയും കൊണ്ട് പണിഷ് ചെയ്തത് എങ്ങനെയാ വെച്ചാല് എത്തിക്കൽ രാജ്യത്തിൽ കൂടെ പോകുമ്പോഴത്തേക്കും അവർക്ക് കുറെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇനി
ഇതിന് fall of Ghaznavids and rise of Ghurs in Central Asia and India. ഇവിടെ fall എന്ന് പറയുന്നത് ഗുരീസ് ആണ്. പെട്ടെന്നുള്ള ഒരു ഗ്രൂപ്പ്, സ്മോൾ ഗ്രൂപ്പാണ് ഗുർഡീസ് എന്ന് പറയും. ഇത് ഗസനീന്റെ അടുത്തുള്ള സ്ഥലമാണ്. എംപയർ ഗസനീന്റെ, മുഹമ്മദ് ഗസനീന്റെ അടുത്തുള്ള സ്ഥലം. അവിടെ സലൂക്കിഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അൺയൂഷ്വൽ ഡെവലപ്മെന്റ് 12ാം നൂറ്റാണ്ടിൽ നടക്കുന്നു. അതേമാതിരി തന്നെ അവിടെ അഫ്ഗാനിസ്ഥാനും ഗസനീന്റെ ഇടയിലുള്ള സ്ഥലത്തേക്ക് ഇവർ പെട്ടെന്ന് കയറുകയും അവർ പെട്ടെന്ന് വലുതാവുകയും ചെയ്യുന്നു. അതാണ്. ഇതിനുശേഷം ഈ ലാൻഡ് എവിടെയാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, മേജറായിട്ട് അഗ്രികൾച്ചർ ചെയ്യുന്നവരും കൃഷി ചെയ്യുന്നവരും മൃഗങ്ങളെ പരിപാലിക്കുന്നവരുമാണ്. അപ്പൊ അവിടെയും ഈ മുസൽമാന്റെ പ്രിൻസിപ്പാലിറ്റീസ് ആണ് നടക്കുന്നത്. പക്ഷെ ഇസ്ലാമൈസേഷൻ ചെയ്ത ശേഷവും 10ാമത്തെയും 11ാമത്തെയും സെഞ്ചുറിയില് ഗസിബനാസ് ആണ് വരുന്നത്. ഇനി ഷഹൻസാബാദീസ് എന്ന് പറയുമ്പോ ഗുർദി റൂളേഴ്സ് ഷഹൻസാബാദീസ് വളരെ ഹംബിളായ ഒരു ചീഫ്റ്റൻ ആണ്. അതായത് ആനിമൽസിലെ വളർത്തുന്ന ചിഫ്റ്റൻ ആണ്. അവരുടെ മുമ്പിൽ 12ാം നൂറ്റാണ്ടിൽ ഇവര് അറ്റാക്ക് ചെയ്യും. ഈ ആക്ഷൻ അത്രയും ഗുർജീസിനെ പേടി വരുന്നതുകൊണ്ട് അവരെന്താ ചെയ്യാച്ചാല് ഈ ആക്ടിന് ഗുർജീസിന്റെ പിടിച്ച് അവരുടെ ബ്രദറായ ഗുർജി എംപറർ അലാവുദ്ദീൻ ഹുസൈൻ ഷാ പിടിച്ച് അവരുടെ പിടിച്ചിട്ട് ഗസ്നി അവരെ ഡിഫീറ്റ് ചെയ്ത് അവര് ബഹ്റം ഷാ റൂളറിലെ ഗസാബിദ് റൂളറുടെ കയ്യിൽ കൊടുക്കുന്നു. ഇനി ഈ സിറ്റി വന്നിട്ട് പ്ലണ്ടർ ചെയ്തു, അല്ല നശിപ്പിച്ചു. അതിനുശേഷം ഈ അലാവുദ്ദീൻ അലാവുദ്ദീന് ഒരു പേര് വരികയാണ്, വേൾഡ് ബർണർ. അത്രത്തോളം ഈ ഗസാബിദിന്റെ വീഴ്ചയ്ക്ക് കാരണമായി എന്നർത്ഥം. ഇനി ഗസാബിദിന്റെ അവർ മാത്രമല്ല, ഗസാബിദിന്റെ റൂള് അത്രയും പോപ്പുലർ ആയിരുന്നില്ല. അവർക്ക് അത്രയും പോപ്പുലാരിറ്റി പോരാ. കാരണം അവരുടെ റൂളിംഗ് ടെക്നിക്ക് ആൾക്കാർക്ക്, ലോക്കൽ ആയിട്ടുള്ളവർക്ക് അത്രയും ഇൻട്രസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. അതും ഒരു കാരണമാണ്. ഇത് കാരണം ഇവർക്ക് അവിടെ സെറ്റിൽ ആകാനും അതോറിറ്റി എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റിയിട്ടില്ല. ഇനി പൊളിറ്റിക്കൽ ഹിസ്റ്ററിനെ പറ്റി നോക്കുകയാണെങ്കിൽ 12ാം നൂറ്റാണ്ടിൽ ഈ കാലഘട്ടത്തിൽ രജപുട്സ്, ഇന്ത്യയിലുള്ള രജപുട്സ് തമ്മിൽ പരസ്പരം അടിയാണ്, ഭയങ്കര അടിയാണ്. അപ്പോ ചഹവാൻസൻ ഉള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്, വിരാജഹാജ ചിറ്റൂറിലുണ്ട്, അതിന്റെ ട്രാൻസ്ഫർ ചെയ്ത് തൊമാർ മൊണാർക്കുന്നുണ്ട് 1151 സെഞ്ചുറിയിൽ അനക്സ് ചെയ്യുന്നു. ഡൽഹി പിടിച്ചെടുക്കുന്നു, ഹാൻസി പിടിച്ചെടുക്കുന്നു. ഡിസ്പ്യൂട്ട് കണ്ടിന്യൂ, ഇവരുടെയും തൊമാറിന്റെയും ഗസ്നാവിദിന്റെയും പരസ്പരം അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഈ ഗസ്നാവിദിന്റെ റെയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാക്ക് അവർക്ക് ചൗഹാൻസിന് ഫേസ് ചെയ്യേണ്ട ഒരു കാലഘട്ടം വരുന്നത്. കാരണം ഇന്ത്യയിലുള്ള പ്രശ്നം ഇതാണ്, യൂണിറ്റി ഇല്ല. ഇനി ബാറ്റിൽ ഓഫ് തറൈൻ 1991-92 രണ്ട് ബാറ്റിൽ നടക്കുന്നത്. ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റർ ഡൽഹിയാണ്. അപ്പൊ ഡൽഹി പിടിച്ചു വെക്കണം, പൃഥ്വി ചൗഹാൻ പിടിച്ചു വെക്കാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും ദർബാന്ത അവിടെ തന്നെ സിറ്റുവേഷനിൽ എത്തുന്നു. ഈ രണ്ട് വാറ്, ആദ്യത്തെ ഇവര് തമ്മിലുള്ള വാറിനെ, പൃഥ്വിരാജ് ചൗഹാനെയും ദർബാന്തയും ഉള്ള വാറിനെയാണ് നമ്മൾ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തറൈൻ എന്ന് വിളിക്കുന്നത്. അവിടെ പൃഥ്വിരാജ് ജയിക്കുക മാത്രമല്ല, മുഹമ്മദ് ഗോറിനെ ഭയങ്കരമായിട്ട് വൂണ്ടിങ് ചെയ്യുന്നുണ്ട്. ഇനി സെക്കൻഡ് ബാറ്റിൽ ഓഫ് തറൈനിൽ എന്താ പറ്റുന്നത് വെച്ചാല്, സെക്കൻഡ് ടൈം അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും പുള്ളി കുറച്ച് പ്രിപ്പറേഷനോട് കൂടിയാണ് വരുന്നത്. നല്ല പ്രിപ്പറേഷൻ ചെയ്യും, നല്ല മാതിരി പ്ലാൻ ചെയ്യും, മൂവ് ഒക്കെ എങ്ങനെ വാർ സ്ട്രാറ്റജി ഒക്കെ നല്ല വൃത്തിയായിട്ട് മൂവ് ചെയ്തിട്ട് ഈ പ്രാവശ്യം ചൗഹാന്മാരെ ഡിഫീറ്റ് ചെയ്യണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് വരുന്നത്. പിന്നെ 1,20,000 ആൾക്കാർ, ഫുൾ ആർമി, ഫുൾ എക്വിപ്ഡ് ആൻഡ് വെൽ ട്രെയിൻഡ്. പൃഥ്വിരാജിന്റെ എക്സ്പാൻഷൻ പോളിസികള് ബാക്കിയുള്ള നെയ്ബറിംഗ് രാജ്യക്കാർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ അവരെന്ത് പറ്റും, അവര് പതുക്കെ പൃഥ്വിരാജിന് കൊടുക്കുന്ന സഹായ സഹകരണങ്ങൾ നിർത്തുന്നു. അപ്പൊ സഹായ സഹകരണങ്ങൾ കിട്ടാണ്ട് വരുമ്പോഴും മിലിറ്ററി ഫോഴ്സസ് കുറഞ്ഞു വരുമ്പോഴും ചൗഹാനും പ്രശ്നങ്ങൾ ഉദിക്കുക തന്നെ ചെയ്യും. ഈ ഡീസെൻട്രലൈസേഷൻ, ആർമിയുടെ ഡീസെൻട്രലൈസേഷനും
ഇൻഫീരിയർ ആയിട്ടുള്ള ക്വാളിറ്റി ആൾക്കാരും ഇൻഫീരിയർ ആയിട്ടുള്ള ക്വാളിറ്റി ആർമിയുമാണ് ഇവരെ മറ്റവർക്ക് ജയിക്കാൻ, മുനിസിപ്പലിന് ജയിക്കാനുള്ള ചാൻസ് കിട്ടുന്നത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ അപ്പർ ഗംഗ വാലിയിലേക്കാണ് പോകുന്നത്. അപ്പർ ഗംഗ വാലിയിൽ മുസീദ്ദീൻ ഒരു പോളിസി എടുത്തു. എല്ലാ പ്ലേസും പോകുന്ന വഴിയൊക്കെ ഇൻഡേജിയസ് ആയിട്ടുള്ള, അതായത് നാട്ടിൽ നടപ്പുള്ള അനുസരിച്ച് പോവുക. അപ്പോ ഇതില് ഈ റീജിയൻ എവിടെ, സിൽവക് ഏരിയ ആൻഡ് അജ്മീർ, സിൽവാക് ആൻഡ് ഏരിയ, ഈ നെയ്ബർഹുഡ് കിസാർ ആൻഡ് സിർസ. എന്നിട്ട് എന്താ ചെയ്യുക, അവിടെ ഹിസാറിലും സിർസയിലും ഒരു ലോയൽ ആയിട്ടുള്ള ഒരു സ്ലേവിനെ, അതായത് എന്റെ ആർമിയിലുള്ള ഒരു ലോയൽ സ്ലേവിനെ, ഖുദ്ബുദ്ദീൻ ഐബക്, അങ്ങേരെ ഗവർണറായിട്ട് അവിടെ അപ്പോയിന്റ് ചെയ്യും. അതായത് ഈ ഏരിയയില് എനിക്ക് പകരം നീ റൂളിംഗ് ചെയ്യണം. ആ പ്ലാൻ ചെയ്ത് എന്റെ സ്വന്തം ആളായിരിക്കണം ഇവിടത്തെ അപ്പർ ഗംഗ വാലിയിലെ റൂളർ. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് അപ്പർ ഗംഗ വാലിയിലേക്ക് അറ്റാക്ക് ചെയ്യുന്നത്. ഇനി ടർക്കിഷ് കൺട്രോളിൽ കൊണ്ടുവന്നത് എങ്ങനെയാ വെച്ചാല്, ഈ ഡൽഹി ടർക്കിഷ് കൺട്രോളിലുണ്ടായിരുന്നു. അത് മുഹമ്മദ് എന്താ ചെയ്ത, തൊമർ വാസലിനെ മാറ്റി 1193 എന്തുകൊണ്ട് മാറ്റി? ഈ തൊമറിനെ മാറ്റാനുള്ള കാരണം ട്രീസൺ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പറയാം ചതിപ്രയോഗം ചെയ്തു എന്നുള്ള ഒരു തോന്നൽ. അത് കണ്ട് ഡൽഹിയിലുള്ള അങ്ങേരെ ടർക്കിഷ് അങ്ങേരെ മാറ്റിയിട്ട് തൊമാർ ഇവിടുത്തെ ആളാണ്, മാറ്റിയിട്ട് ഡൽഹിനെ തന്റെ കൺട്രോളിൽ തന്നെ ടർക്കിഷ് കൺട്രോളിൽ വെച്ചു. അത് കൂടാണ്ട് അറൗണ്ട് ഏരിയ അജ്മീറില് പൃഥ്വിരാജിന്റെ ബ്രദറായ ഹാരിയാണ് റൂൾ ചെയ്തുകൊണ്ടിരുന്നത്. ടർക്കിന് പകരം ടർക്കിഷ് അജ്മീർ പിടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് പൃഥ്വിരാജിന്റെ ബ്രദറിന്റെ കയ്യിൽ റൂളിംഗ് പവർ കൊടുക്കുമ്പോഴും അത് മാറ്റിയിട്ട് ബ്രദറിന്റെയും മാറ്റുന്നു, അജ്മീറും തിരിച്ചെടുക്കുന്നു. അജ്മീർ പെഗൈൻ വേറൊരു പൃഥ്വിരാജിന്റെ മകനുണ്ട് ഗോവിന്ദ്. ആ ഗോവിന്ദിന്റെ കയ്യില് ഗോവിന്ദനെ മാറ്റി റത്തംബോർ എന്നുള്ള സ്ഥലത്തേക്ക് സ്ഥലം മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി എക്സ്പാൻഷൻ, കൺസോൾട്ടേഷൻ ചെയ്ത് വരുമ്പോഴത്തേക്കും എത്രത്തോളം എക്സ്പാൻഷൻ ചെയ്യാം? നമ്മൾ കൺസോൾട്ടേഷൻ ചെയ്യുന്നത് പിടിച്ചടക്കുന്നതിനെ ഒരുമിച്ചാക്കണം. അപ്പൊ കൺസോൾട്ടേഷൻ ചെയ്ത് വെച്ചിട്ട് അപ്പർ ഗംഗയും ടർക്ക് പിടിച്ചിട്ട് വെസ്റ്റേൺ ഭാഗവും സദേൺ ഭാഗവും ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവര് അടുത്തതായിട്ട് എയിം ഇട്ടത് ഫോർട്ടാണ്. ഡൽഹിയിലും ആൽവാറിലുള്ള കോട്ടകൾ, ഫോർട്ട് എന്ന് വെച്ചാൽ കോട്ടകൾ പിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടർക്കിഷ് അങ്ങോട്ട് ഒരു എക്സ്പാൻഷൻ തുടങ്ങും. ഈസ്റ്റിലേക്കും വെസ്റ്റിലേക്കും അപ്പർ ഗംഗാ വാലിയും അവർ പിടിച്ചെടുത്ത്. ഇനി അവര് അടുത്തതായിട്ട് ബീഹാർ ആൻഡ് ബംഗാൾ, അവിടെ മുഹമ്മദ് ബിൻ ബക്തിയാറാണ് എടുത്ത് അവരുടെ കൺട്രോളിൽ കൊണ്ടുവരുന്നു. ഇനി എങ്ങനെയാണ് ഈ ടർക്ക് അവരുടെ കൺട്രോള് നഷ്ടപ്പെട്ടത് ഈ എക്സ്പാൻഷൻ ടൈമില്? കാരണം ഇവർക്ക് ഇത്രയും വലിയ ഏരിയ, ഡൽഹിയും ഒരു സ്ഥലത്ത് ഡൽഹി, ഒരു സ്ഥലത്ത് അപ്പർ ഗംഗാ വാലി, അപ്പൊ ഡിസ്റ്റൻസ് ഉണ്ട്, ഭയങ്കര ഡിസ്റ്റൻസ് ഉണ്ട്. ഈ ഡിസ്റ്റൻസ് കാരണം ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്നു. അത് മാത്രമല്ല സെൻട്രൽ ഏഷ്യയിലും കുറെ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട് 1904. പിന്നെ ഗൗരിദ് ടർക്ക്, അതായത് ആ വർഷം തന്നെ പകാൻ ഗംഗ ടർക്സ്, വേറൊരു ഗ്രൂപ്പ് ഓഫ് സമർക്കട്സ് ബാറ്റിൽ ഓഫ് അന്തുകുറി എന്ന് പറയും. ഓക്സസ് റിവർ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഏഷ്യയിലുള്ള ഒരു റിവറാണ്. അവിടെ ഒരു ആ ഒരു ബാറ്റിൽ ഒരു ഡിഫീറ്റിനെ പറ്റി അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇവരുടെ മുസാമിൻ ഡെത്ത് നടക്കുന്നു. അതും ഒരു കാരണമായിട്ട് വരികയാണ്. ഇനി രജപുട്ടിന്റെ ഡിഫീറ്റിനും ടർക്കിഷ് വിക്ടറിയും ഇത് കുറെ ഉണ്ട് ലെസന്. ഇത് ഇത്ര ഞാൻ ഷോർട്ടാക്കി പറഞ്ഞു തരാം. ഇതിൽ ഇവര് ടർക്കിഷ് വന്നിട്ട് അവർ പല വിധത്തിലുള്ള രജപുട്സിനെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. അതേമാതിരി രജപുട്സിന്റെ യൂണിറ്റി ഇല്ലായ്മ പുറത്തുനിന്ന് വരുന്നവർക്ക് അവർക്ക് ജയിക്കാൻ സാധ്യം കൊടുക്കുന്നു. നമ്മുടെ ഉപയോഗിച്ചിരുന്നത് മുഴുവനും പഴയ ടൈപ്പ് ഇതാണ്. അപ്പൊ അവർക്ക് ഫൈറ്റിംഗ് ഫോഴ്സിനും ട്രെയിനിങ് ഇല്ല. കമ്പാരിസൺ
ഗസാബിത്തും ഗുറും തമ്മിലുള്ള കമ്പാരിസൺ, അവർ തമ്മിലുള്ള കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ മുഹമ്മദ് ബെറ്റർ ജനറൽ ആയിരുന്നു. സുജിത് ചന്ദ്ര ഇത് ക്രിട്ടിക്കാണ്, ചന്ദ്ര എന്ന റൈറ്ററാണ്. അങ്ങേര് കൊടുക്കുന്ന കമന്റ് മുഹമ്മദ് ആണ് ഫൗണ്ടേഷൻ, മിനിസിന് വരാനുള്ള ഒരു ഫൗണ്ടേഷൻ വരെ ഇന്ത്യയിൽ എല്ലാം സ്ഥാപിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് കൊടുത്തു. അതേമാതിരി ഡിഫൻസ് ഇന്ത്യൻ ഹിന്ദു സാഹീസ്, അഫ്ഗാനിസ്ഥാനിലുള്ള ഹിന്ദു സാഹീസും കോൺകറിങ് ചെയ്തിട്ടുള്ള പഞ്ചാബ്, മുഹമ്മദ് ലേഡ് ടർക്കിഷ് എക്സ്പാൻഷനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചു എന്ന് പറയുന്നു ചന്ദ്രൻ റൈറ്ററാണ്, ഹിസ്റ്റോറിയനാണ്. അപ്പൊ ചന്ദ്രന്റെ ക്ലോസ് സ്റ്റഡിയിൽ കൂടെ നമുക്ക് മുഹമ്മദിന്റെയും മുനിസേന്റെയും പരസ്പരമുള്ള വ്യത്യാസങ്ങളും ആക്ടിവിറ്റീസുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവരുടെ ഡിഫക്റ്റ് എന്താന്ന് പറയാം. ഈ എല്ലാ ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ തന്നെ, എല്ലാ പൊളിറ്റിക്കൽ സിസ്റ്റംസ് ഉണ്ടെങ്കിൽ കൂടെയും അവരുടെ ഇന്റേണൽ സോഴ്സസിന് കുറച്ച് ഡിഫക്റ്റീവ് സിസ്റ്റം ആയിരുന്നു. പിന്നെ പൊളിറ്റിക്കലിന്റെ പീക്കായിട്ടുള്ള പവർ അവിടെ മിലിറ്ററി കമാൻഡേഴ്സിന്റെ കയ്യിൽ കൊടുത്തു. ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് ഇത് മാത്രമല്ല, ഇവരുടെ കാരണങ്ങൾ ഇവിടെ വരാനും, എന്തുകൊണ്ടാണ് ഇവർ പരസ്പരം ഇന്ത്യയിലേക്ക് വന്നത്, ഇന്ത്യയിലേക്ക് വരാനുള്ള കാരണങ്ങൾ ഡിഫറെന്റ് ആണ്. മുഹമ്മദിന് ലൂട്ടിങ്ങിന് അല്ലെങ്കിൽ എക്സ്പാൻഷന് വലിയ പ്രോസസ് കൊടുത്തിട്ടില്ല. പക്ഷെ ഇവിടെ വന്ന് ഇങ്ങനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം, പ്ലണ്ടർ ചെയ്യണം. ഗസ്നാബിസിന്റെ ഉദ്ദേശം പ്ലണ്ടർ ചെയ്ത് ഇന്ത്യയിലുള്ള വെൽത്തിനെ സ്വയം നാട്ടിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഉദ്ദേശം. പിന്നെ ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ ചെയ്യണം. അടുത്ത കാര്യം ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ. എത്രത്തോളം ഇന്ത്യയുടെ സിന്ധും മുൾട്ടാനും ലാഹോറും ഒക്കെ പിടിച്ചെടുക്കാൻ, ലാഹോർ ഇപ്പോഴത്തെ പാകിസ്ഥാനാണ്, നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ ആണ്, പിടിച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം പിടിച്ചെടുക്കുക. ഇതുകൂടാണ്ട് ഇതിൽ കൂടെ അവര് ഷിഫ്റ്റിംഗ് ദ ക്യാപിറ്റൽ, ഇത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും പറയുമ്പോൾ വെച്ചാൽ ഇവരുടെ ഷിഫ്റ്റിംഗ് ഓരോ സമയത്തും ഇവര് അവരുടെ ക്യാപിറ്റൽസ് മാറ്റുന്നുണ്ട്. ഇവിടെ നിന്ന് ലാഹോറിൽ നിന്ന് മാറ്റുന്നു, അതേമാതിരി ഡൽഹിയിൽ നിന്ന് മാറ്റുന്നു, അജ്മീർ നിന്ന് മാറ്റുന്നു. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ മാറ്റി കൊണ്ടുപോകുമ്പോൾ അവർക്ക് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിന്റെ വീക്ക്നെസ് ആണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ കാലഘട്ടത്തിൽ കൂടെ അവര് സ്റ്റെബിലൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ അധികാരം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ലെസന്റെ ഫൈനൽ വൈൻഡിങ് അപ്പാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങൾ നോക്കുകയാണെങ്കിൽ രജപുട്ട് സ്റ്റേറ്റ്സിൽ തമ്മിൽ യൂണിറ്റി ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ യൂണിറ്റി ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും അവർ വരുത്തന്മാരായ പുറത്തുള്ള ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്തു. പിന്നെ അറബ് ആയാലും ശരി, ഗസ്നാബാദ് ആയാലും ശരി, ഗുർദിൽ ഇൻവേഷൻ ആയാലും ശരി, ഇതൊക്കെ ഇവർക്ക് സഹായമായിട്ട് പറഞ്ഞു. നമ്മള് വീടിന്റെ അകത്ത് സ്വരുമയില്ലെങ്കിൽ പുറത്തുള്ളവർ നമ്മളുടെ എന്നത് ഇന്ത്യൻ സൈഡ് ഇത്രയും യൂണിഫൈഡ് ആയിട്ട് റെസിസ്റ്റൻസ് കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും സക്സസ് ആയിട്ടുള്ള മുസ്ലിം മുസ്ലിംസിന് ഇവിടെ വരാൻ പറ്റില്ലായിരുന്നു. അത് ശരിയാണ്. പിന്നെ നമ്മളുടെ വാർ ടെക്നോളജിയും വാർ ടാക്ടിക്സും റോങ് ആയിരുന്നു. നമ്മളുടെ എക്യുപ്മെന്റ്സ്, നമുക്ക് അത്രയും നല്ല ആയുധങ്ങളോ അല്ലെങ്കിൽ ഹോഴ്സസോ ഉണ്ടായിരുന്നില്ല. അതും ഒരു കാരണമായിരുന്നു അവർക്ക് ജയിക്കാൻ. അങ്ങനെ ഇവിടെ ഇന്ത്യയുടെ വീക്ക്നെസ്സും അറബ്സിന്റെ എന്തുകൊണ്ട് അറബ്സ് ജയിച്ചു എന്ന് നമ്മൾ ഇതിൽ ലാസ്റ്റ് സ്ലൈഡിൽ കൂടെ പരാമർശം ചെയ്തു. നന്ദി. ഞാനിപ്പോ ഇവിടെ നിർത്തുകയാണ്. ഇതിൽ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ പുസ്തകങ്ങൾ വായിച്ചു മനസ്സിലാക്കുക. ഒരുപാട് വലിയ ലെസനാണ്. ഇതിൽ കൂടുതൽ കുറച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നന്ദി, നമസ്കാരം.